ഹിന്ദി കണ്ടിട്ട് ആരും പേടിക്കണ്ട. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മലയാളം കിട്ടിയില്ല. ഓക്കെ, ഫസ്റ്റ് ചോദ്യം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇനിയും വലുതാക്കണമോ? എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ അല്ലേ? റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ അല്ലയോ? ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ആണ്. ഒൻപത് മണി ആയില്ലേടേ? 9 മണി ആയല്ലോ അല്ലേ? ആയി. ഓക്കെ ഓക്കെ. അപ്പൊ ക്ലാസ്സിൽ പഠിക്കേണ്ട രീതി എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെയുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ് കുറെ പറഞ്ഞു. മറ്റുള്ള പോർഷൻസുകൾ ഇനി അതുമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ആ പോർഷനിലേക്ക് കടക്കുകയും ചെയ്യാം, ആ ഓരോ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് വർക്കൗട്ട് ചെയ്യണം, പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് ഡെപ്തിൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവും അപ്പോൾ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അത്രയൊക്കെ നമ്മുടെ ഈ റെയിൽവേ ലെവൽ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ സാധാരണ ലെവലിൽ ബാക്കിയുള്ള സെൻട്രൽ ലെവൽ എക്സാംസിന് ചോദിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഓരോ മേഖലയും ഇപ്പം സൈക്കോളജി എന്നല്ല, മറ്റ് ജനറൽ സബ്ജക്റ്റ് ഇപ്പം മാത്സ് ആയാലും നാളെ ചിലപ്പോൾ മാത്സും മെന്റൽ എബിലിറ്റി ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് എത്രത്തോളം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ LP-UPക്കും HSAക്ക് എഴുതുന്ന സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ HSA LP-UP കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആക്കി. പക്ഷെ റെയിൽവേ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് റെയിൽവേയുടെ ഇത്തരത്തിലുള്ള എക്സാംസ് നടത്തുന്നതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഏരിയ അവിടെ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ആ ഒരു ലെവലാണ് റെയിൽവേ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതിന് സൗണ്ട് ഉണ്ടോ? ഞാൻ പറയുന്നത് ഒച്ചയുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ LP-UPക്ക് കിടന്ന് പഠിച്ചതുപോലെ അഹോരാത്രം കിടന്ന് പണിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ഭീകരാവസ്ഥയൊന്നുമില്ല റെയിൽവേയുടെ ഒരു ചോദ്യത്തിനും. അത് നിങ്ങൾക്ക് വരും നാളിൽ നമ്മൾ പലതരം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മൾ ചെയ്യും. റെയിൽവേയുടെ എല്ലാ ടീച്ചിങ്ങിന്റെ ക്വസ്റ്റ്യൻസ്, മറ്റ് അതർ ക്വസ്റ്റ്യൻസ് നമ്മൾ മാത്സ്, മെനറബിലിറ്റി, റീസണിങ്, GK, കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് മാത്രമല്ല മറ്റുള്ള റെയിൽവേയുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യനും കൂടി നമ്മൾ പഠന വിധേയമാക്കും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ചിലപ്പോൾ ഈ പഠിക്കുന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അത് മൊത്തം നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ കുറെ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ തന്നെ നോക്കി പോയാൽ മതി. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കുറച്ച് പേര് മെസ്സേജസ് ഒക്കെ അയച്ചു, വിളിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ഒത്തിരി നാളായി പഠിച്ചിട്ട് നമുക്കത് അറിയാമായിരുന്നതാണ്. പിന്നെ നമ്മൾ പരീക്ഷ എഴുതാത്തത് കൊണ്ട് അതെല്ലാം മറന്നുപോയി. ഇപ്പം സാറ് പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെ എവിടെയൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഒന്നും വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ? പഠിച്ചെടുക്കാൻ പറ്റും. വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഓക്കെ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. കാരണം ഈ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഇനി വരുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും ഇതിലൊക്കെ ഞാൻ പറയുന്നതാണ്. പരമാവധി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, മാക്സിമം അങ്ങ് അറ്റം വരെ ട്രൈ ചെയ്യുക. കിട്ടിയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ. ഓക്കെ, ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഹിന്ദി വായിക്കേണ്ട നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ടിവിറ്റീസ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു പ്രൊമോട്ട് കോഓപ്പറേഷൻ ആൻഡ് ഫിസിക്കൽ ബാലൻസ് എമംഗ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം? ഓക്കെ, ഇത് മലയാളീകരിച്ച് വക്രീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് കുഞ്ഞു കുട്ടിക്ക് വായിച്ചു കഴിഞ്ഞാലും മനസ്സിലാവുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് ആണ് അല്ലേ? ആണോടെ? ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഭീകരമായിട്ടുള്ള ഇംഗ്ലീഷ് ആയിട്ട് കാണുകയും വേണ്ട. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ടിവിറ്റീസ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു പ്രൊമോട്ട് കോഓപ്പറേഷൻ ആൻഡ് ഫിസിക്കൽ ബാലൻസ് എമംഗ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം? ഓക്കെ, എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ കൊടുത്താലാണ്
സ്റ്റുഡൻസിന് ക്ലാസ് റൂമിൽ ഏറ്റവും അനുയോജ്യകരമായിട്ടുള്ളതായിട്ട് മാറുന്നത് എന്ത് അനുയോജ്യകരമായ കോപ്പറേഷൻ, സഹകരണാത്മകമായിട്ടുള്ള പഠനം, ഫിസിക്കൽ ബാലൻസ്, അവിടെ ശരീരാത്മകമായിട്ടുള്ള പഠനമൊക്കെ ഏറ്റവും അനുയോജ്യകരമായിട്ട് മാറുന്നത് എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ, പ്രവർത്തനങ്ങൾ കൊടുത്താലാണെന്നുള്ളതാണ്. ഇത് സിമ്പിൾ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇത് സാധാരണ ഒരു സൈക്കോളജി പഠിച്ച, ഒരു ലേണിംഗ് ഒക്കെ പഠിച്ച ഒരു സാധാരണ ടീച്ചറിനോട് ചോദിക്കുന്ന ഒരു നോർമൽ മീൻസ് MSc സൈക്കോളജി പഠിച്ച ഒരാളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. സാധാരണ ഡിഗ്രി പഠിച്ച ഒരാളെ പോലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് റൂം എക്സാംസ്, കേസ് സ്റ്റഡീസ്, ഫിസിക്കൽ ഗെയിംസ്, ക്ലാസ് റൂം പ്രോജക്ട്സ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റത്തില്ലേ? ഒരു സംശയത്തിന് ഇടവരുത്താതെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. എന്തായിരിക്കാം? ഒരു ഫിസിക്കൽ ബാലൻസും കോഓപ്പറേഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഏതായിരിക്കും? സഹകരണാത്മക മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇല്ലേ? അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് റൂം എക്സാംസ് ആണ് കൊടുക്കുന്നത്. ആണോ? അല്ലല്ലോ. കേസ് സ്റ്റഡീസ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഫിസിക്കൽ ഗെയിംസ് കൊടുത്താലോ? പറ്റും. ഫിസിക്കൽ ഗെയിംസ്, അതായത് അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടില്ലേ? ഗ്രൂപ്പ് ആക്ടിവിറ്റീസുകൾ കൊടുക്കും അല്ലേ? പലതരത്തിലുള്ള, ചിലപ്പോൾ മിങ്കിൾ ചെയ്തിരുത്തും, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്തിരുത്തും. അല്ലാതെ പല രീതിയിലുള്ള, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ അറിയാൻ പറ്റും. മീൻസ് കുറച്ച് പഠിക്കുന്നവര്, പഠിക്കാത്തവര്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പഠിക്കുന്നവരുടെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് അല്ല, ഒന്ന് രണ്ട് നന്നായിട്ട് പഠിക്കുന്നവരെ പഠിക്കാത്തവരുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഫിസിക്കൽ ഗെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, ഈ കോപ്പറേഷനും ഫിസിക്കൽ ബാലൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ ക്ലാസ് റൂം പ്രോജക്ട് കൊടുത്ത് പറഞ്ഞ് ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് കൊടുത്ത് പറഞ്ഞ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കേസ് സ്റ്റഡീസ് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളുടെ കാര്യം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യം, ഒരു സ്റ്റുഡൻസിന്റെ ഒരു ലേണറുടെ കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ക്ലാസ് റൂം എക്സാംസ് എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷൻ ആണ് അല്ലേ? ക്ലാസ് റൂം എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്ത് തരം ഇവാലുവേഷൻ ആണ്? എന്ത് തരത്തിലുള്ള ഇവാലുവേഷൻ ആണ് ക്ലാസ് റൂം എക്സാമിനേഷൻ എന്ന് പറയുന്നത്? പറയാ എന്താണ്? സമ്മേറ്റീവ് ആയിട്ടുള്ള. ഓക്കെ. ആൻസർ പറഞ്ഞിട്ട് മൈക്ക് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ച് ഭയങ്കര എന്തായിട്ട് മീൻസ് എക്കോ ആയിട്ട് പ്രതിഫലിക്കും, മറ്റുള്ളവർക്കും അത് ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. ആൻസർ പറയുക. ഓക്കെ, ആൻസർ പറയുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മാറ്റി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പൊ അതൊരു സിമ്പിൾ സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, ഇതേ മോഡൽ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. അതിനെപ്പറ്റി വിശദമായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കിയോ, വാട്ട് ആർ സബ്ജക്ട്സ് asked to do in the TAT, TAT. ഓക്കെ, TAT. അപ്പൊ ടാറ്റിനെ കുറിച്ച് നിങ്ങൾ മെഷേഴ്സ് ഓഫ്, അല്ലെങ്കിൽ മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇവിടെ മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ വ്യക്തിത്വ മാപനം അല്ലെ? വ്യക്തിത്വ മാപനം പഠിച്ചിട്ടില്ലേ? പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വ്യക്തിത്വ മാപനം പഠിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചിട്ടുണ്ട്. വ്യക്തിത്വ മാപനവും പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിത്വ മാപനത്തോട് തന്നെ ചേർന്ന് വരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, സോഷ്യോമെട്രിയോട് ചേർന്ന് വരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് അല്ലേ? ഒന്നില് പ്രക്ഷേപണ പ്രതിവിധികൾ നമ്മൾ പറയും. പ്രക്ഷേപണ പ്രതിവിധികൾ അല്ലെങ്കിൽ വിക്ഷേപണ തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിക്ഷേപണ തന്ത്രങ്ങൾ അല്ലേ? വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, പ്രക്ഷേപണ പ്രതിവിധികൾ അല്ലെങ്കിൽ വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഇതില് ഇംഗ്ലീഷിൽ മാത്രം പരീക്ഷ എഴുതുന്ന ഒത്തിരി പേരുണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ ഇല്ല? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഓക്കെ. ആ രണ്ടിലും കൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മലയാളമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സാമുകളുടെ, സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളുടെ ഡിഫോൾട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി അവർ വേറെ ഭാഷയിൽ എഴുതാനായിട്ട് സൗകര്യം ഒരുക്കി തരണമെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് മലയാളികൾ മലയാളമായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പ്രൊജക്റ്റീവ് ടെക്നിക്സ്.
പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമുക്കിത് പറഞ്ഞിട്ട് ആ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ പറയും. പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലേ? അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് പോവാം. മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ? മെഷർമെന്റ് ഓഫ്, അതായത് വ്യക്തിത്വ മാപനം നിർണ്ണയിക്കുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ വ്യക്തിത്വ മാപനം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വഭാവം അല്ലേ? നമ്മുടെ നിങ്ങൾ വ്യക്തിത്വ മാപനത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് വ്യക്തിത്വ മാപനം എന്ന് പറയുന്ന വ്യക്തിത്വ മാപനം അല്ലെങ്കിൽ മെഷേഴ്സ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിയെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്നത് പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ അത് കൺഫ്യൂസ്ഡ് ആയി പോകും. പഠിക്കുമ്പോൾ നിങ്ങൾ ആരെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത്? അവിടെ പഠിക്കുന്നത് റോസൻസിനെ കുറിച്ച് അല്ലേ? വിഗിനെ കുറിച്ചല്ലേ? വിഗിനെ കുറിച്ചല്ലേ? റോസൻസ് വിഗിനെ കുറിച്ചാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത് അല്ലേ? 3 തരത്തിലാണ് റോസൻസ് വിക്ക് ഈ മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് സബ്ജക്റ്റീവ് മെത്തേഡ്, ഒബ്ജക്റ്റീവ് മെത്തേഡ് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഇല്ലയോടെ? സബ്ജക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? സബ്ജക്റ്റീവ് മീൻസ് ആത്മനിഷ്ഠാ രീതി അല്ലേ? സബ്ജക്റ്റീവ് ആത്മനിഷ്ഠാ രീതി. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസ്തുനിഷ്ഠാ രീതി. ഒബ്ജക്റ്റീവ് മീൻസ് വസ്തുനിഷ്ഠാ രീതി എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് നമ്മളിപ്പോ പറയാൻ പോയ ഏത്? തേർഡ്. ഫസ്റ്റ് സബ്ജക്റ്റീവ്, സെക്കൻഡ് ഒബ്ജക്റ്റീവ്, തേർഡ് എന്ന് പറയുന്നത് അതാണ് ഞാനിപ്പോ പറഞ്ഞത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ എന്ത് പറയുന്നത്? പ്രക്ഷേപണ പ്രതിവിധികൾ അല്ലെങ്കിൽ വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ചോദ്യം നമ്മളോട് ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, റെയിൽവേ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വിക്ഷേപണ തന്ത്രത്തെ കുറിച്ചാണ് നമ്മളോട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. റെയിൽവേ ചോദിച്ചിരിക്കുന്ന ചോദ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്, വാട്ട് ആർ ദ സബ്ജക്ട്സ് ആസ്ക്ഡ് ടു ഡു ഇൻ ദ ടാറ്റ്? Solve logical problems, create stories based on pictures, fill out questionnaire, take memory test. അപ്പൊ അത് എന്താണെന്ന് പഠിച്ചു വന്നിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ ആയിട്ട് പറയുക, ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട്. അപ്പൊ നമുക്കതില് ഈ ആത്മനിഷ്ഠാ രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൽഫ് റിപ്പോർട്ടിനെ കുറിച്ചും സെൽഫ് റേറ്റിംഗിനെ കുറിച്ചും കേസ് സ്റ്റഡിയെ കുറിച്ചും ഇന്റർവ്യൂസിനെ കുറിച്ചും ക്വസ്റ്റ്യനെ കുറിച്ചും ഒക്കെ പറയുന്നത് കാര്യങ്ങളാണ് ആത്മനിഷ്ഠാ രീതിയിൽ. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻവെന്ററീസിനെ കുറിച്ച് അല്ലേ? ഇല്ലയോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെന്ററീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? PDS കുറിച്ച് പഠിച്ചിട്ടില്ലേ? പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന് വെച്ചാൽ ആരുടെയാണ്? RS. ഈ പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്ന ഇൻവെന്ററി ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ്ട്? RS വുഡ്സ്വർത്ത് ആണ് അല്ലെ? RS വുഡ്സ്വർത്ത് ആണ് ഈ പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്ന ഇൻവെന്ററി ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്നത് അല്ലെ? അതിൽ എത്ര ഇനങ്ങളാണ് ഈ PDS എന്ന് പറയുന്ന പേഴ്സണൽ ഡേറ്റ ഷീറ്റിൽ ഉൾപ്പെടുന്ന എത്ര ഇനങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്? എത്ര ഇനങ്ങളാണ്? പറയേ, എത്ര കണ്ടന്റ്സ് ആണ് ഈ RS വുഡ്സിന്റെ ഈ പേഴ്സണൽ ഡേറ്റ ഷീറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്? 160 അല്ലേ? മറന്നുപോയതൊക്കെ? മറന്നുപോയോ? നിങ്ങൾക്ക് അറിയാവുന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പഠിപ്പിക്കാം ഞാനിപ്പോ ആ ക്വസ്റ്റ്യനിലേക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഇത്ര പഠിച്ചാൽ മതി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ 116 ഇനങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത്. രണ്ടാമത്തത് നിങ്ങൾ പഠിച്ചുകൊണ്ട് MMPI എന്ന് പറഞ്ഞ എന്താണ്ട്? മിന്നസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നത് അല്ലേ? മിന്നസോട്ട അല്ലെ? അതായത് നമ്മൾ ഈ പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക്, വ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇൻവെന്ററിയാണ് ഈ മിന്നസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നത് ഇല്ലേ? അതിലെ എത്ര ഇനങ്ങളാണ്? മിന്നസോട്ടയിൽ എത്രയാണ്? 550 ആണ്. 550 സൂചകങ്ങളാണ് അല്ലെങ്കിൽ വ്യക്തിത്വ സവിശേഷ സൂചകങ്ങളാണ്
അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിഫറൻസസുകളാണ് ഈ MMPA കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് AS അല്ലെ. AS നിങ്ങൾ പഠിച്ചു. AS എന്താണ്ട്? AS അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി അല്ലെ. അതാരാണ്? ഇത് നമ്മൾ ഇവിടെ അല്ലാതെ വേറൊരു സ്ഥലത്ത് പഠിക്കാറുണ്ടല്ലോ, പേഴ്സണാലിറ്റിയിൽ തന്നെ. AS ആരെ കുറിച്ച് പഠിക്കുമ്പോഴാണ്? AS പഠിക്കുന്നത് ആരെ കുറിച്ച് പഠിക്കുമ്പോഴാണ്? പറയടേ. AS എന്ന് പറയുന്ന ഇൻവെന്ററിയെ കുറിച്ച് നമ്മൾ എവിടെയാണ്, ആരെ കുറിച്ച് പഠിക്കുമ്പോഴാണ് AS നെ കുറിച്ച് പഠിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇത് കൊണ്ടുവന്നത്? AS എന്ന് പറയുന്ന അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഇൻവെന്ററി ആവിഷ്കരിച്ചത്, അല്ലെങ്കിൽ അത് വെച്ചുള്ള പഠനം ആവിഷ്കരിച്ചത് ആരാണ്? വെരി ഗുഡ്, GW ആൽപോർട്ട്. എവിടെയാ പഠിക്കുന്നത്? ആൽപോർട്ടിനെ നിങ്ങൾ എന്തിലാ പഠിക്കുന്നത്? ഏറ്റവും കൂടുതൽ HSI ആയാലും HSST ആയാലും റെയിൽവേ ആയാലും NVS ആയാലും അതുപോലെ CBSE ആയാലും ഏകലവ്യ ആയാലും ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞാണ്, പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പേർഷൻ. പഠിച്ചിട്ടുണ്ടോ? അല്ലേ? ഇല്ലടേ. തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പേഴ്സൺ എന്ന് പറയാം. തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പേഴ്സൺ. അപ്പൊ അത് പഠിക്കണം, നന്നായിട്ടത് പഠിക്കണം. തിയറി ഓഫ് പേഴ്സൺ, അതായത് നമുക്കറിയാം നമ്മള് പേഴ്സണാലിറ്റി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് പഠിക്കും. നിങ്ങൾ പഠിക്കും ഇന സമീപനം എന്ന് പറഞ്ഞ് പഠിക്കും, പ്രരൂപ സമീപനം അല്ലെങ്കിൽ ഇന സമീപനം, ടൈപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞ് പഠിക്കും അല്ലേ. അപ്പൊ ടൈപ്പ് അപ്രോച്ചിൽ നിങ്ങൾ പഠിക്കും ഹിപ്പോക്രാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും, അതുപോലെ തന്നെ ക്രഷ്മറുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കും, അതുപോലെ തന്നെ ഷെൽഡന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും. അതിൽ രണ്ടാമത്തെ അപ്രോച്ച് ഉണ്ട്. ഏത് അപ്രോച്ചാണ്? ടൈപ്പ് അപ്രോച്ച് ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് ദ ട്രൈറ്റ് അപ്രോച്ച് അല്ലേ. സെക്കൻഡ് വൺ ഈസ് ദ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് വ്യക്തിത്വ സവിശേഷത സമീപനം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുമാറ് അയാളുടെ ചിന്തകള്, തിങ്കിങ്, അയാളുടെ ഫീലിങ്സ്, വികാരങ്ങള്, അയാളുടെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങള് തുടങ്ങിയവയിൽ കാണപ്പെടുന്ന ആ പ്രകടമായിട്ടുള്ള കാണാൻ കഴിയുന്ന ആ സ്വഭാവത്തെയാണ് നമ്മൾ ട്രൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻസ് വ്യക്തിത്വ സവിശേഷത എന്ന് പറയുന്നത്. ആ വ്യക്തിത്വ സവിശേഷതകളെയാണ് പല തിയറീസ് ആയിട്ട്, പല സിദ്ധാന്തങ്ങളായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ആര്? ഗോർഡൻ ആൽപോർട്ട് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ GW ആൽപോർട്ട് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഗോർഡൻ W ആൽപോർട്ട് എന്നറിയപ്പെടുന്ന അദ്ദേഹം കൊണ്ടുവന്ന വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ആ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പേർഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും കഴിഞ്ഞ LP UPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. കഴിഞ്ഞ UPക്കും ചോദിച്ചായിരുന്നു, LPക്കും ചോദിച്ചായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചായിരുന്നു. അതായത് ആ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പേർഷൻ TPD എന്ന് പറയുന്ന ഗോർഡൻ ആൽപോർട്ടിന്റെ തിയറിയിൽ അദ്ദേഹം പറയുന്നുണ്ട് 3 തരത്തിലുള്ള ട്രൈറ്റ്സുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് ആ 3 തരത്തിലുള്ള ട്രൈറ്റ്സുകൾ എന്ന് പറയുന്നത്? ഒന്ന് CT എന്ന് പറയുന്ന കാർഡിനൽ ട്രൈറ്റ്സ്. സെക്കൻഡ് വൺ അതും CT തന്നെയാണ്, പക്ഷെ അത് സെൻട്രൽ ട്രൈറ്റ്സ് എന്നാണ് പറയുന്നത്. തേർഡ് വൺ ഈസ് ദ ST എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് സവിശേഷത. ഓക്കെ, കാർഡിനൽ ട്രൈറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സെൻട്രൽ ട്രൈറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സെക്കൻഡറി ട്രൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് അല്ലേ. അപ്പൊ കാർഡിനൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്, കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിനെ വിളിക്കും എന്താണ്? പ്രമുഖ സവിശേഷത എന്നോ മുഖ്യ സവിശേഷത എന്നോ വിളിക്കും. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത്, രണ്ടാമത്തെ CT എന്ന് തന്നെ, അതിനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രൽ എന്നാണ്. കാർഡിനൽ അല്ല, സെൻട്രൽ. അപ്പൊ സെൻട്രൽ എന്ന് പറയുമ്പോൾ കേന്ദ്രം, കേന്ദ്രീയം അല്ലെങ്കിൽ മദ്യം എന്നൊക്കെ, അത് തന്നെയാണ് അർത്ഥം. മദ്യമല്ല, മദ്യം. ഓക്കെ, കേന്ദ്രീയ അല്ലെങ്കിൽ മധ്യ സവിശേഷതകൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്ന ST എന്ന് പറയുന്നത് സെക്കൻഡറി ട്രൈറ്റ്സ്, അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് പറയുമ്പോൾ
സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിതീയം, ദ്വിതീയ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ട്രൈറ്റുകളെ കുറിച്ചാണ്, അത് എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നുള്ളത് നമ്മൾ പിന്നീട് ക്ലാസ്സുകളിൽ പഠിക്കും. എന്താണ് കാർഡിനൽ ട്രൈറ്റ്സ് എന്നുള്ളത്, എന്താണ് സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ട്രൈറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതലുള്ള സാധനമാണ് സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇല്ലേ? എന്താ നിങ്ങൾക്ക് ഇല്ലാത്തതും, പലപ്പോഴും നിങ്ങൾക്ക് ഇല്ലാത്തതും ഏറ്റവും കൂടുതൽ ഉള്ളതും ഏതൊക്കെയാ? പലപ്പോഴും നിങ്ങൾക്ക് ഇല്ലാത്തത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതൊക്കെയാ? പ്രധാനപ്പെട്ട 3 പറഞ്ഞ. ഒന്ന് ഞാൻ പറയാം, മത്സരബുദ്ധി. ഓക്കെ, അടുത്ത പറഞ്ഞോ. സെൽഫിഷ്നെസ്, സ്വാർത്ഥത. പിന്നെ വിധേയത്വം. അതൊക്കെ ഈ സെൻട്രൽ ട്രൈറ്റ്സ് വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ്. ഓക്കെ, പിന്നെ സെക്കൻഡറി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ കാണിക്കുന്ന ചില കുറഞ്ഞ ടൈപ്പ് സംഭവങ്ങളാണ് ദ്വിതീയം എന്ന് പറയുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതുപോലെ തന്നെ ആ ട്രൈറ്റ് അപ്രോച്ച് വരുന്ന മറ്റൊരു തിയറി ഉണ്ടല്ലേ, സർഫസ് ആൻഡ് സർഫസ് ട്രൈറ്റ് എന്ന് പറയുന്നത്, അല്ലെ? പ്രതല പ്രഭാവ സവിശേഷ സിദ്ധാന്തം എന്ന് പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. റൈമൺ കാറ്റലിന്റെ, അല്ലെ? അതിലും ട്രൈറ്റ് അത് പഠിക്കണമെന്ന് പറയാനുള്ള കാരണം, ഈ കാർഡിനൽ ട്രൈറ്റ്സ് എന്നും സെൻട്രൽ ട്രൈറ്റ്സ് എന്നും സെക്കൻഡറി ട്രൈറ്റ്സ് എന്നും പറയുന്നത് പോലെ തന്നെയാണ് അതിലും ട്രൈറ്റുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലെ? കോമൺ ട്രൈറ്റ്, അല്ലെ? അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയൊക്കെയാണ്? 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കോമൺ ട്രൈറ്റ്സ് ഉണ്ട്, യുണീക്ക് ട്രൈറ്റ്സ് ഉണ്ട്, സർഫസ് ട്രൈറ്റ് ഉണ്ട്, സോഴ്സ് ട്രൈറ്റ് ഉണ്ട്. സോഴ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നത്, സോഴ്സ് ട്രൈറ്റ് ഒക്കെ അത് സർഫസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. കുട്ടികളിൽ ഏറ്റവും കൂടുതലുള്ളത് സർഫസ് ട്രൈറ്റ് ആണ്, അല്ലേ? ഒരു കുട്ടിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സർഫസ് ആണ്. എന്താണ്? ജിജ്ഞാസ, അല്ലേ? ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിജ്ഞാസ മുതിർന്നവരിലും ഉണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ അത് കാണപ്പെടുന്നുണ്ട്. എന്താ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ? എന്താണ്? അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെ? അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അവരെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാല്, കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തോ ചോദിക്കാനായിട്ട് നിൽക്കുകയാണ് എന്നുള്ള മനസ്സിലാവും. അതാണ് ഈ സർഫസ് ട്രൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ട്രൈറ്റ് തിയറിയിൽ വരുന്ന മറ്റൊരു തിയറിയാണ് നമ്മുടെ ഐസങ്കിന്റെ തിയറി എന്ന് പറയുന്നത്. എന്താണ്? തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെ? അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. അതില് നമ്മൾ പറയുന്നത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ കുറിച്ചാണ്. പല പേഴ്സണാലിറ്റി ലെവൽസിനെ കുറിച്ചാണ്. ടൈപ്പ് ലെവലിനെ കുറിച്ചും ഹാബിച്വൽ ആയിട്ടുള്ള ലെവലിനെ കുറിച്ചും ട്രൈറ്റ് ലെവലിനെ കുറിച്ചും സ്പെസിഫിക് റെസ്പോൺസ് ലെവലിനെ കുറിച്ചും ഒക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് അദ്ദേഹം ആ പേഴ്സണാലിറ്റിയുടെ പേഴ്സണാലിറ്റിയുടെ ടൈപ്പുകളെ വ്യക്തമായിട്ട് പറയുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ് ഈ ഏരിയയിൽ പഠിക്കേണ്ടത് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ, അല്ലെ? അന്തർമുഖത്വവും ബഹിർമുഖത്വവും, പിന്നെ ന്യൂറോട്ടിസം ആൻഡ് സ്റ്റെബിലിറ്റി, അല്ലെ? നാഡീരോഗ അവസ്ഥയുള്ളതും നാഡീരോഗ അവസ്ഥ ഇല്ലാത്തതുമായിട്ടുള്ള ടൈപ്പ്. അതുപോലെ തന്നെ സൈക്കോട്ടിസം, നോർമാൽസി, അതായത് മനോരോഗ അവസ്ഥയുള്ളതും മനോരോഗ അവസ്ഥ ഇല്ലാത്തതും, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ എന്ന് പറയുന്നത് വ്യക്തിത്വ മാപനത്തില് ട്രൈറ്റുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് വരുന്ന കാര്യമാണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠ രീതി നമ്മൾ പറഞ്ഞത്. അപ്പൊ ആത്മനിഷ്ഠ രീതി ഇത്രയുമാണ് അതിൽ പഠിക്കേണ്ടത്. അതുപോലെ ഒബ്ജക്റ്റീവ് മെത്തേഡിൽ വരുന്നത്, വസ്തുനിഷ്ഠ രീതിയിൽ വരുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വസ്തുനിഷ്ഠ രീതി ഒബ്ജക്റ്റീവ് മെത്തേഡിൽ വരുന്നത്, ഒബ്ജക്റ്റീവ് മെത്തേഡിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്. ഒബ്ജക്റ്റീവ് മെത്തേഡിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തത് എന്താണ്? കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്താണത്? നിയന്ത്രിത നിരീക്ഷണം എന്ന് പറയുന്നത്, കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് റേറ്റിംഗ് സ്കെയിലാണ്, അല്ലെ? രണ്ടാമത്തത് റേറ്റിംഗ് സ്കെയിലാണ്. ഇത് റേറ്റിംഗ് സ്കെയിലിന് മലയാളത്തിൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ്ട് സോഷ്യോമെട്രി എന്ന് പറയുന്നത്, അല്ലെ? സോഷ്യോമെട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹ നീതി എന്ന് പറയുന്നത് മലയാളത്തിൽ.
സമൂഹമിതി എന്ന് പറയുന്നത്. ഇതാണ് ഒബ്ജക്റ്റീവ് മെത്തേഡിൽ വരുന്നത്. സോഷ്യോമെട്രി ആരെയാണ്? ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യോമെട്രി സിലബസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കും അല്ലെ. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ളത് ആരെ കുറിച്ച്? ആര്? ജയൽ മൊറീനോ. അവിടെ നിങ്ങൾ സ്റ്റാറും ക്ലിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. അതല്ലാത്തത് പഠിക്കണം. മൂന്നാമതായിട്ടുള്ള കാര്യമാണ് എന്താണ്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ആ വിക്ഷേപണ തന്ത്രങ്ങളില് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വിക്ഷേപ തന്ത്രങ്ങളിൽ വരുന്ന കുറെ തന്ത്രങ്ങളുണ്ട്, കുറെ ടെക്നിക്സുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒരു നാലെണ്ണമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 4 എണ്ണം നമ്മൾ പഠിച്ചിരിക്കണം. ആ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്ന വിക്ഷേപണ തന്ത്രങ്ങളിൽ വരുന്ന ഒരു 4 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന്, റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ RIBT എന്ന് എഴുതി കളയരുത്. റോഷ ഇങ്ക് ബ്ലോട്ട് അല്ലെങ്കിൽ റോഷ മഷിയൊപ്പ് ശോധകം. ടെസ്റ്റിന്റെ മലയാളം ശോധകം എന്നാണ്. റോഷ മഷിയൊപ്പ് ശോധകം എന്ന് പറയുന്നത്. റോഷ മഷിയൊപ്പ് ശോധകം അല്ലേ? നമ്മുടെ ഹെർമൻ റോഷയാണ് ആ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് വികസിപ്പിച്ചെടുക്കുന്നത് അല്ലേ? അപ്പം ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇത് എന്തുപയോഗിച്ച് നടത്തുന്നു, എന്തിനു വേണ്ടി നടത്തുന്നു, ആർക്ക് വേണ്ടി നടത്തുന്നു, ആരിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ഇതാണ് ഇങ്ക് ബ്ലോട്ടിൽ നമ്മൾ പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ്വിപാർശ്വ സദൃശ്യങ്ങളിലുള്ള 10 മഷിക്കുപ്പികളാണ് ഇവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? മഷിക്കുപ്പികളാണ് ഇവിടെ ടെസ്റ്റ് ആയിട്ട് ശോധകമായിട്ട് ഉപയോഗിക്കുന്നതെന്നും അല്ലെ? കറുപ്പും വെളുപ്പും ചേർന്ന 5 മഷിരൂപങ്ങളും കറുപ്പും വെളുപ്പും ചാര നിറമുള്ള മറ്റ് 3 മഷിരൂപങ്ങളും കറുപ്പും വെളുപ്പുമുള്ള വേറെ 2 എണ്ണവും പഠിച്ചിട്ടുണ്ടോ? അത് പഠിച്ചിട്ടുണ്ടോ? അവിടെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, അതിനെ ഡീറ്റെയിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും റോഷ മഷിയപ്പ് ശോധകം ഉപയോഗിക്കുന്നത്? എന്ത് നിർണയിക്കുന്നതിനാ? ഓക്കെ, പേഴ്സണാലിറ്റി തന്നെ. എന്ത് തരത്തിലുള്ള? അല്ല, മനോരോഗങ്ങൾ പോലുള്ള മനോരോഗ അവസ്ഥയിലുള്ള ആളുകളെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അതായത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള, മനോവിതളനം സംഭവിച്ച, അല്പോന്മാദം സംഭവിച്ച, സംഭ്രാന്തി സംഭവിച്ച, അപസ്മാരം സംഭവിച്ച, വിഷാദം സംഭവിച്ച, എല്ലാം ഒന്ന് തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയാം. ഡിപ്രഷന്റെ പല വെർഷനുകളാണ് ഈ മനോവിതളനവും ഉന്മാദവും സംഭ്രാന്തും അപസ്മാരവും വിഷാദവും ഒക്കെ. അപസ്മാരം എന്ന് പറയുന്നത് അത് വേറൊരു തലമാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മനോരോഗങ്ങളുടെ നിർണയത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് ഏതെന്ന് പറയുന്നത് റോഷ മഷിയൊപ്പ് ശോധകം അല്ലെങ്കിൽ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവ്യക്തമായിട്ടുള്ള ഈ മഷിയൊപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകന്റെ അബോധ തലങ്ങളിലുള്ള ആശയങ്ങളെ, അവന്റെ അഭിലാഷങ്ങളെ, അവന്റെ മോഹങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നീ ഇങ്ങനെ ഉന്മാദാവസ്ഥയിൽ തുടരുന്നത്? ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പോഴെല്ലാവരും ഉന്മാദാവസ്ഥയിൽ വരാനുള്ള കാരണം എന്താ? നമ്മൾ എന്നും കാണുന്നതല്ലേ അല്ലേ? എന്തുവാ റീസൺ? ഡ്രഗ്സ് ആണ് അല്ലെ? സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെയാണ്. അതല്ല, അല്ലാതെയുള്ള. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ റോഷ മഷിയൊപ്പ് ശോധകം അഥവാ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ ചോദ്യം. രണ്ടാമത്താണ് എന്തെന്ന് പറയുന്നത് ഇവിടെ? ടാറ്റ് എന്ന് പറയുന്നത് അല്ലെ? TAT, ടാറ്റ് അല്ലെങ്കിൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെ? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അന്തർബോധ പ്രമേയ പരീക്ഷ. അന്തർബോധ പ്രമേയ പരീക്ഷ എന്ന് പറയുന്നത് അല്ലെ? ടാറ്റ് തീമാറ്റിക് തീം
അതായത് അവ്യക്തമായിട്ടുള്ള, വ്യക്തതയില്ലാത്ത ചിത്രങ്ങള് ആ വ്യക്തിയെ കാണിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങള് വിവരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ടെക്നിക്സ് ആണ്, ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് ഈ ടാറ്റ് അല്ലെങ്കിൽ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആരാണ് നമ്മുടെ ഇത് ആരെന്നുള്ളതും ചോദിക്കും. നേരത്തെ റോഷ ആയിരുന്നെങ്കിൽ ഇത് മുറേയും മോർഗയും അല്ലേ, ഹെൻറി മുറേ ആൻഡ് ക്രിസ്റ്റീന മോർഗ അല്ലേ, ഹെൻറി മുറേയും അതുപോലെ തന്നെ ക്രിസ്റ്റീന മോർഗയുമാണ് ഈ ടാറ്റ് അല്ലെങ്കിൽ അന്തർബോധ പ്രമേയ പരീക്ഷ ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 30ഓളം ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകൾ, ആ കാർഡുകളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. ആ 30ഓളം ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകളിലെ ആ ചിത്രങ്ങളെല്ലാം തന്നെ ക്ലിയർ അല്ലാത്ത അവ്യക്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പം ഈ അവ്യക്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളെ നോക്കി എന്തെങ്കിലും കഥ പറയാനായിട്ട്, എന്തെങ്കിലും പറയാനായിട്ട് എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നത് നടത്തുന്ന ആള്. അങ്ങനെ അയാൾ പറയുന്ന ആ അവ്യക്തമായ ചിത്രത്തെ നോക്കി അയാൾ പറയുന്ന ആ കഥയിലുള്ള കഥാപാത്രത്തെയും ആ പ്രമേയത്തെയും വിലയിരുത്തി വ്യക്തിത്വത്തെ തരംതിരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ടാറ്റ് അല്ലെങ്കിൽ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതില് ആൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്, പെൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആൺകുട്ടികൾക്കാണെങ്കിൽ 10, പെൺകുട്ടികളായിട്ട് 10, മൊത്തം 30 ആണ്. മെയിലിന് 10 കാർഡുണ്ട്, ഫീമെയിലിന് 10 കാർഡുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായിട്ടൊരു 10 കാർഡ്. അങ്ങനെയാണ് 30. അങ്ങനെയാണ് ഈ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്? എന്താണ് ക്ലിയർ അല്ലാത്ത അല്ലെ ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകളാണ്. ഇനി നമ്മുടെ നേരെ ചോദ്യത്തിലേക്ക് പോവാം. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? What are the subjects asked to do in the TAT? Solve logical problems, create stories based on pictures, fill out questionnaire, take memory test. നിങ്ങൾക്ക് എന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ. എന്നെ മലയാളം വേണോ? എന്നോടെ എന്താണ് ഉത്തരം എന്താ? ക്രിയേറ്റ് സ്റ്റോറീസ് based on pictures അല്ലയോടെ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ ഒന്നും ചിന്തിക്കാനില്ല. ലോജിക്കൽ പ്രോബ്ലംസ് ആണോ? അല്ലല്ലോ. അല്ല. ഫിൽ ഔട്ട് ക്വസ്റ്റ്യനർ ആണോ കൊടുക്കുന്നത്? അല്ല. മെമ്മറി ടെസ്റ്റ് ആണോ? അല്ല. ടാറ്റിൽ ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് സ്റ്റോറീസ് ബേസ്ഡ് ഓൺ പിക്ചേഴ്സ്. പഠിച്ചോളണം ഇപ്പോഴേ. ഇനി പഠിക്കാനായിട്ട് ഇരിക്കരുത്. ഇനി പഠിക്കാൻ എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. റോഷ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. എങ്ങനെയുള്ളവര്? ഡിപ്രസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളവരെ അല്ലെ, വിഷാദമുള്ളവരെ, അപസ്മാരമുള്ളവരെ, ഭ്രാന്തുള്ളവരെ, ഉന്മാദമുള്ളവരെ, മനോവിതളനമുള്ളവരെ, അങ്ങനെ മനോരോഗങ്ങളിൽ അടിമപ്പെട്ടവരെ അല്ലെങ്കിൽ മനോരോഗ നിർണയത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് റോഷ ഇങ്ക് ബ്ലോട്ട് പരീക്ഷ. എന്നാൽ അന്തർബോധ പ്രമേയ പരീക്ഷ അല്ലെങ്കിൽ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ചിട്ട് ആ സംഭവങ്ങൾ വിവരിക്കാൻ പറയുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പിക്ചേഴ്സ് കാണിച്ചിട്ട് വിവരിക്കാൻ പറയുന്ന ഒന്നാണ് ഈ ടാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതില് മൂന്നാമത്തതുണ്ട്. എന്താണ്? ഇതില് മൂന്നാമത്തെ ഒരെണ്ണം ഉണ്ടല്ലോ ഇല്ലേ? ക്യാറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. മൂന്നാമത്തത് ക്യാറ്റ് ആണ്. ഇപ്പൊ തന്നെ എന്റെ കൂടെ പഠിച്ചോളാം. ക്യാറ്റ് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. ക്യാറ്റ് ഇതിന്റെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട് പഠിക്കുമ്പോഴത്തേക്ക്. മറ്റത് നമ്മള് ആണുങ്ങള്, പെണ്ണുങ്ങള് അല്ലെങ്കിൽ എണ്ണം, മെയില്, ഫീമെയിൽ എന്നുള്ള ലെവലാണ് കൊടുക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? ഡോക്ടർ. ക്യാറ്റ് ആരുടെ പൂച്ചയാണ്?
ബെല്ലാക്കിന്റെ പൂച്ചയാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഡോക്ടർ ബെല്ലാക്കിന്റെ പൂച്ചയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, ബെല്ലാക്ക് അല്ലേ, അപ്പൊ മറക്കത്തില്ല, ബെല്ലാക്കിന്റെ പൂച്ചയാണ്. കാറ്റ്, ബെല്ലാക്ക്. എത്ര വയസ്സ് മുതല് 3 വയസ്സ് മുതല് 3 ഇയർ മുതല് 10 ഇയർ വരെയുള്ള അല്ലെ, 3 വയസ്സ് മുതല് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്, ശോധകമാണ് കാറ്റ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് അല്ലേ, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. സിയുടെ ഫുൾ ഫോം ചിൽഡ്രൻ എന്നാണ്. മറ്റത് തീമാറ്റിക്, തീമായിരുന്നു ഇവിടെ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് ജന്തുക്കളുടെ ചിത്രങ്ങള് അല്ലെ, ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് 10 കാർഡുകളാണ്. ഈ 10 കാർഡുകളില് ആരുടെ ചിത്രങ്ങള്, 10 കാർഡുകളില് ആരുടെ ചിത്രങ്ങളാണ്, അനിമൽസിന്റെ അല്ലെ, അനിമൽസിന്റെ ചിത്രങ്ങളാണ്, ജന്തുക്കളുടെ ചിത്രങ്ങളാണ് ആ കാർഡുകളിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം കൊച്ചു കുട്ടികളില്, ചെറിയ മക്കളില് കാണപ്പെടുന്ന കുറച്ച് സ്വഭാവ സവിശേഷ, ഒന്ന് ഭക്ഷണത്തിനോടുള്ള അമിതമായ ആർത്തി, അത് നമ്മൾ കൊതി എന്നും പറയും അല്ലെ, ഭക്ഷണത്തിലുള്ള അമിതമായ ആർത്തി അല്ലെങ്കിൽ കൊതി. അതായത് അനിയനും ചേട്ടനും 1 വയസ്സ് ഡിഫറൻസോ 2 വയസ്സ് ഡിഫറൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അടി കൂടക്കണം അല്ലെ. ഇവിടെ നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ അല്ലേ, അല്ലയുടെ ആണ് അല്ലെ. അതുപോലെ തന്നെ ഭക്ഷണക്കൊതി ഉണ്ട്. പിന്നെ തങ്ങളിൽ ഭയങ്കര ചൊറയായിരിക്കും അല്ലേ, അതായത് സഹോദരങ്ങളോടുള്ള സ്നേഹ വൈരങ്ങൾ എന്നാണ്. സ്നേഹമുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള തല്ല് പഠിക്കുകയും ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെ ആ ഭക്ഷണക്കൊതി, ഭക്ഷണത്തോടുള്ള അത്യാർത്തി, അതുപോലെ തന്നെ സഹോദരങ്ങളോടുള്ള അവന്റെ സിബിലിങ്സിനോടുള്ള എന്താണ്, സ്നേഹ വൈരങ്ങൾ, ഈർഷ്യ, ഇങ്ങനെ അത് ഒരു പ്രശ്നം തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിലിംസ് ഉണ്ടായിരുന്നു അല്ലേ. ഇതല്ല എന്നാലും ഇതിന്റെ ഒരു വെർഷൻ ആണ്. അത് വേറൊരു തലമായിട്ട് വരും നമ്മുടെ സൈക്കോളജിയിൽ. ഏതാണ് ഫിലിം? നമ്മുടെ ജയറാമിന്റെ ഒക്കെ മോന് നാഷണൽ അവാർഡ് കിട്ടിയ ഫിലിം അല്ലേ. വെരി ഗുഡ്, എന്റെ വീട് അപ്പുവിന്റെയും. അത് വേറൊരു തലമാണ്, എന്നാലും കുറച്ചൊക്കെ ഇതുമായിട്ട് ചേർന്ന് വരും. ഓക്കെ, അത് വൈരമാണ് അല്ലേ, സഹോദരങ്ങളുള്ള സ്നേഹവൈരമാണ്. എന്നെക്കാളും കൂടുതലായിട്ട് അച്ഛനും അമ്മയും അവനെ സ്നേഹിക്കുന്നു, എന്നെ വെറുക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരം, ശത്രുത. എന്നാൽ അവനോട് സ്നേഹമുണ്ട്, പക്ഷെ ശത്രുതയുണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാല്യകാലത്തിലുണ്ടാകുന്ന, കുട്ടിക്കാലത്തിലുണ്ടാകുന്ന, ശൈശവത്തിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്, ഒരു ടെക്നിക്സ് ആണ്, ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്, ഒരു വിക്ഷേപണ തന്ത്രമാണ് എന്തെന്ന് പറയുന്നത് കാറ്റ് എന്ന് പറയുന്നത്. കാറ്റ്. ഇനിയുള്ളത് ഏതാണ്ട് ലാസ്റ്റ് ഏതാണ്ട് വാറ്റ് അല്ലേ. വാറ്റ്, നമ്മുടെ വാറ്റല്ല, ഒരുപാട് വാറ്റുണ്ട്. കുടിക്കുന്ന വാറ്റുണ്ട്, നികുതി എന്ന് പറയുന്ന വാറ്റുണ്ട്, ഈ വാറ്റും ഉണ്ട്. വാറ്റ് മീൻസ് W മീൻസ് വേർഡ് അല്ലേ, വേർഡ് അസോസിയേഷൻ, അപ്രസെഷൻ അല്ല, അസോസിയേഷൻ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതാരെയാണ്? ഇത് മുമ്പ് നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കും ഇദ്ദേഹത്തെ കുറിച്ച്. ആരാ? കാളിയുങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ സൈക്കോ അനാലിസിസിനെ കുറിച്ച്, നമ്മുടെ സൈക്കോളജിയിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്ന അല്ലെ, സൈക്കോ അനാലിസിസ്, മാനസിക അപഗ്രഥനത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മനുഷ്യ മനസ്സിനെ ആദ്യമായിട്ട് വിശകലനം ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെ, മനഃശാസ്ത്ര വിഭാഗത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഹൂ ഇസ് ദ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ആരെ കുറിച്ച് പറയും? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? വില്യം വൂണ്ട് അല്ലെ, വില്യം വൂണ്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിലെ ഘടനാവാദത്തിന്റെ, സ്ട്രക്ചറലിസത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സംരചന മനഃശാസ്ത്രത്തിന്റെ, ഘടനാവാദത്തിന്റെ, സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വില്യം വൂണ്ടാണ് എന്തെന്നറിയപ്പെടുന്നത്, സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡും ഫാദർ ഓഫ് സൈക്കോളജി തന്നെയാണ്. അതിനു മുമ്പ് ഒരു വേർഡും കൂടെ കൊടുക്കും, എന്താണ്? ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡ് എന്ന് പറയുന്നത്
ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവും. ആധുനികം, സെഗ്മണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്. എന്നാൽ വൂണ്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം നിങ്ങൾ. ഘടനാവാദത്തെ കുറിച്ച് ചിന്തിക്കണം. ഘടനാവാദം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം. അവിടെ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് എപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും ഇത് എന്താണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റ് എന്നുള്ള അല്ല, എല്ലാ രീതിയിലുള്ള പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒന്നാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച്, വൂണ്ടിനെ കുറിച്ച്. അപ്പൊ സ്ട്രക്ചറലിസം അവിടെ നമ്മൾ പഠിക്കും. സ്ട്രക്ചറലിസത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക്, ഘടനാവാദത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ജർമ്മനിയിൽ രൂപം കണ്ട ഒരു മനഃശാസ്ത്ര വിഭാഗം, ജർമ്മനിയിൽ പൊട്ടിമുളച്ച മനഃശാസ്ത്ര വിഭാഗം, അത് പിന്നെ ലോകത്തിലെമ്പാടും വ്യാപിച്ചു അല്ലെ. മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഹ്യൂമൻസിന്റെ കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിനെ, സംചേതന അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി ആ അനുഭവങ്ങളെ അപഗ്രഥിക്കുകയും അവയുടെ സ്വഭാവത്തെ ശാസ്ത്രീയമായിട്ട് വിശകലനം നൽകുകയും ശ്രമിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ വില്യം വൂണ്ട് എന്ന് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് ഘടനാവാദം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് 1879 ജർമ്മനിയിലെ ലിപ്സിംഗില് ഒരു പരീക്ഷണ മനഃശാസ്ത്ര ശാല സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലും ഒരു ആധുനികമുണ്ട്, തിരിഞ്ഞു പോകരുത്. അദ്ദേഹത്തിന്റെ പേരിലും ഒരു മോഡേൺ എന്ന് പറയുന്ന ഒരു വേർഡ് വരും. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോയിഡും. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഫാദർ ഓഫ് മോഡേൺ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് വില്യം വൂണ്ടാണ്. അപ്പൊ 3-4 ക്വസ്റ്റ്യൻസ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് സൈക്കോളജി? വില്യം വൂണ്ട്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്സ്പെരിമെന്റൽ, ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വില്യം വൂണ്ടാണ്. പരീക്ഷണം, എക്സ്പെരിമെന്റൽ കേട്ട് കഴിഞ്ഞാൽ വൂണ്ടാണ്. എന്നാൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ കാര്യങ്ങളിലേക്ക് പോവാം, ആ കാര്യങ്ങളുടെ ഡിസ്കഷനിലേക്ക് പോവാം. ഞാൻ വേറെന്തോ പറഞ്ഞപ്പോഴാണ് എവിടേക്ക് എത്തിയത്? വെരി ഗുഡ്. കാളിയുങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടേക്ക് എത്തിയില്ലേ. ഈ കാളിയുങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്തിനാ സിഗ്മണ്ട് ഫ്രോയിഡിലേക്ക് പോയത്? എന്ത് പറയാനായിരുന്നു? അത് തന്നെയാണ്. വെരി ഗുഡ്. അത് പറയാൻ തന്നെയാണ്. വെരി ഗുഡ് അല്ലേ. കാരണം അനലിറ്റിക്കൽ സൈക്കോളജി അല്ലേ, അനലിറ്റിക്കൽ സൈക്കോളജി നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. പഠിക്കാറുണ്ടെന്നല്ല, പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ അല്ലേ. അനലിറ്റിക്കൽ സൈക്കോളജി നമ്മൾ പഠിക്കണം. അനലിറ്റിക്കൽ സൈക്കോളജി പഠിക്കുമ്പോഴാണ് അവിടെ നമ്മൾ ആരെ കുറിച്ച് പഠിക്കുന്നത്? കാൾ യുങ്ങിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. കാൾ യുങ്, അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. കാൾ യുങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളല്ല, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്, ബാല്യകാല അനുഭവങ്ങള് ഭാവിയില് ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു. കുട്ടിക്കാലത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാനസികമായിട്ടുള്ള മുറിവുകള് മരണം വരെ നമ്മളെ എന്ത് ചെയ്യും? പിന്തുടരും, അലട്ടും. അത് അച്ഛനിൽ നിന്നായിക്കോട്ടെ, അമ്മയിൽ നിന്നായിക്കോട്ടെ, ബന്ധുക്കളിൽ നിന്നായിക്കോട്ടെ, മറ്റുള്ള ആരിലെങ്കിൽ നിന്നായിക്കോട്ടെ, അവന്റെ മനസ്സിനെ അല്ലെങ്കിൽ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങള് ബാല്യകാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശരിയായ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവന്റെ ജീവിതത്തിലുടനീളം അത് നിഴലിക്കും എന്നാണ് ആര് പറയുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് ആര് വേറെ രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ, അതായത് ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിലെ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടാകും എന്ന ആ വസ്തുതയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവമുണ്ട്. അതിനെ വിളിക്കുന്ന പേര് എന്താണ്? അതിനെ വിളിക്കുന്ന പേര് വേറൊരു പേരിലാണ്. എന്താണ്? ദാറ്റ് സൈക്കോളജി മീൻസ് ഇൻഡിവിജ്വൽ സൈക്കോളജി, അല്ലെങ്കിൽ
ഇൻഡിവിജ്വൽ സൈക്കോളജി അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? വ്യക്തി മനഃശാസ്ത്രം. അതാണ് വ്യക്തി മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വ്യക്തി മനഃശാസ്ത്രം ആരാണ്? ഇങ്ങനെ പറഞ്ഞ, അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പാദപുത്രനാണെന്ന്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ഡിസയർ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അഭിലാഷത്തെ ആധാരമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും അൺകോൺഷ്യസ് മൈൻഡിനെയും, അതായത് ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിന്റെ 3 മണ്ഡലങ്ങളുടെ ഒരു സങ്കീർണമായ പ്രതിഭാസമാണ് മനസ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ഒന്നാണ് മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. മാനസിക അപഗ്രഥനം അഥവാ സൈക്കോ അനാലിസിസ്. അപ്പൊ ആ ഒരു ട്രെൻഡിൽ നിന്നുകൊണ്ട് വളർന്നു വന്ന ഒരാളായിരുന്നു ഈ കാര്യം പറഞ്ഞത്. ബാല്യകാലത്തെ അനുഭവങ്ങള് അവന്റെ ഭാവിയില് അവനെ ബാധിക്കും. ആ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ ബാല്യകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവനെ സ്വാധീനിക്കുന്നു. അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ആൽഫ്രഡ് ആഡ്ലർ. അപ്പൊ വ്യക്തിത്വ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഹു ഈസ് ദ ഫാദർ ഓഫ് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ടേ? ആൽഫ്രഡ് ആഡ്ലർ ആണ്. മനസ്സിലായില്ലേ? അല്ലേ? അതായത് വ്യക്തിത്വമുള്ള ആട് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ആടില്ലേ? ആടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ആട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോട്ട് എല്ലാവർക്കും അറിയത്തില്ലേ? ആ വ്യക്തിത്വമുള്ള ആടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വേടൊന്നും പോകത്തില്ല. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിലവർ പറയും ഇതൊക്കെ തന്നെയാണ് ആ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. അപ്പം ആ ഇൻഡിവിജ്വൽ സൈക്കോളജിയിൽ നിന്നും, അല്ലെങ്കിൽ അതിന്റെ പഠനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് അപഗ്രഥനം. ഇതിനെ പഠിക്കുന്നതിന് വേണ്ടി, അപഗ്രഥിച്ച് പഠിക്കുന്നതിന് വേണ്ടി വന്ന ഒരു സൈക്കോളജിക്കൽ ബ്രാഞ്ച് ആണ് ദാറ്റ് ഈസ് അനലിറ്റിക്കൽ. അപഗ്രഥനം ചെയ്യുക, അപഗ്രഥന മനഃശാസ്ത്രം. അപഗ്രഥന മനഃശാസ്ത്രം എന്ന് പറയുന്നത്, ആ അപഗ്രഥന മനഃശാസ്ത്രത്തിന്റെ അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്? കാൾ യുങ് എന്ന് പറയുന്നത്. അല്ലെ? കാൾ യുങ് എന്ന് പറയുന്നത് ആ അപഗ്രഥന മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് കാൾ യുങ് എന്ന് പറയുന്നത്. കാരണം ഈ മാനസിക അപഗ്രഥനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്, അത് ഫ്രോയിഡിന്റെ തിയറിയാണ്. എന്നാൽ ആ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ആരാണ്? കാൾ യുങ് ആണ്. കാൾ യുങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോ അനാലിസിസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, അതായത് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോ അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോയിഡ് ആണ്. സൈക്കോ അനാലിസിസ് ഫ്രോയിഡ്, ബട്ട് അനലിറ്റിക്കൽ സൈക്കോളജി തിരിച്ചെഴുതുമ്പോഴത്തേക്ക് ആരാവും? അത് യുങ് ആയിട്ട് മാറും. തിരിച്ചെഴുതുമ്പോൾ യുങ് ആയിട്ട് മാറും. അപ്പൊ സൈക്കോ അനാലിസിസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഡിസയറിനെ ആധാരമാക്കിയിട്ടുള്ള നമ്മുടെ ചിന്തകളെ, നമ്മുടെ അനുഭൂതികളെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേല് നമ്മുടെ അപബോധ മനസ്സിന്, നമ്മുടെ അബോധ മനസ്സിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സ്വാധീനമുണ്ടെന്ന് വ്യക്തമാക്കി തരുന്ന തിയറിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ആ തിയറിയില്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ തിയറിയില് 3 വിഭാഗങ്ങളായിട്ടാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്നത്, വ്യക്തിത്വത്തിലെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. രണ്ടാമത്തത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത്, വ്യക്തിത്വ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം. മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഏതാണ്? തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനോ ലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തം. അതില് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് മനസ്സിന് കോൺഷ്യസ് എന്നും പ്രീ കോൺഷ്യസ് എന്നും
സബ് കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 തലങ്ങളുണ്ടെന്നും ആ തലങ്ങൾ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. അതാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത്. തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ വ്യക്തിത്വ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം. അതിനകം പറയുന്നത് എന്താണ്? മാനസിക തലങ്ങളെ, മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളെ അദ്ദേഹം കോൺഷ്യസ് എന്നും സബ് കോൺഷ്യസ് എന്നും അൺകോൺഷ്യസ് എന്നും തിരിച്ചതുപോലെ തന്നെ വ്യക്തിത്വത്തിന്റെ ഘടനയെയും അദ്ദേഹം 3 വ്യത്യസ്ത തലങ്ങളായിട്ട് തരംതിരിച്ചു. പേഴ്സണാലിറ്റിയെയും അദ്ദേഹം 3 തലങ്ങളിലൂടെ ചിത്രീകരിച്ചു. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ദ ID അല്ലെങ്കിൽ മലയാളത്തില് ഇത് ഈഗോ, ഈഗോ, ദെൻ സൂപ്പർ ഈഗോ. അവിടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ. ഈഗോ ഇത് എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈഗോ എന്ന് പറയുന്നത് ഏത് തത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ്? പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, യാഥാർത്ഥ്യബോധ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സാത്മാറിക അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെയാണ് നിങ്ങൾ ലിബിഡോയെ കുറിച്ചും ലിബിഡോയെ കുറിച്ച് സംസാരിക്കുന്നത്, ഈരോസിനെ കുറിച്ച് സംസാരിക്കുന്നത്, താനോറ്റിസിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. ദാറ്റ് ഈസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. തേർഡ് വൺ ഈസ് ദ മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തം, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. ഇപ്പോഴും UP എഴുതിയവർക്കറിയാം, ചോദിച്ചിട്ടുണ്ട് അല്ലേ? കാരണം മനോലൈംഗിക വികസന ഘട്ടങ്ങള് ഏതൊക്കെയാണ്? ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനൈറ്റൽ സ്റ്റേജ്. എപ്പോഴും ചോദിക്കുന്നത് ഏതാണ്ട് ഫാലിക് സ്റ്റേജ് ആണ്. എപ്പോഴും ചോദിക്കുന്നത് ഫാലിക് സ്റ്റേജ് ആണ്. കാരണം അവിടെയാണ് നിങ്ങൾ പഠിക്കുക. അതായത് കുട്ടികൾക്ക് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ്, ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് കുട്ടികളിൽ എന്തുണ്ടാകുന്നത്? ലൈംഗിക ചോദനകള്, കുട്ടികളുടെ സെക്ഷൽ ഇംപ്ലിമെന്റേഷൻസുകള് അവരുടെ ഓർഗൻസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത്, സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയപ്പെടുന്ന കാലഘട്ടം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ദാറ്റ് ഈസ് ഫാലിക് സ്റ്റേജ് അല്ലെങ്കിൽ ലിംഗഘട്ടം അല്ലെങ്കിൽ ലൈംഗിക അവയവ ഘട്ടം നമ്മൾ പറയും. ഇവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുകയും ലൈംഗിക അവയവങ്ങളുടെ സ്പർശനം വഴി ആനന്ദ അനുഭൂതി അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഏറ്റവും കൂടുതൽ സൈക്കോളജി നിങ്ങൾ അമ്മമാരാണ്. കാരണം കുട്ടികളെയൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ എല്ലാ പ്രായത്തിലും ശ്രദ്ധിക്കണം. എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഈ 3 to 5 ഇയർ എന്ന് പറയുന്നത്, എല്ലാവരിൽ നിന്നും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയാറുണ്ട് ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രധാന പ്രത്യേകതകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? എഡിപ്പസ് കോംപ്ലക്സും അതുപോലെ തന്നെ ഇലക്ട്രോ കോംപ്ലക്സും, മാതൃകാമനയും അതുപോലെ തന്നെ പിതൃകാമനയും എന്ന് പറയുന്നത്. ഇല്ലയോ? ഇല്ലയോടെ അല്ലേ? ആണ്. ഞാൻ എന്ത് പറയാനാണ് ഇത് പറഞ്ഞുകൊണ്ട് വന്നത്? ഇത്രയും അല്ല, ഇത് പഠിക്കേണ്ടതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ വെച്ച് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ എവിടെയൊക്കെ ആയി, ഇങ്ങോട്ടൊക്കെ പോയി. എവിടെ ആയി? ഏതാ ക്വസ്റ്റ്യൻ? കാളിയുങ്. അതെവിടെ? കാളിയുങ്ങിനെ എന്തിനെ കുറിച്ചാ പറഞ്ഞ നമ്മള്? അതെന്തിനാ പറഞ്ഞ നമ്മള്? എന്ത് പറയാനാ പറഞ്ഞേ? സിഗ്മണ്ട് ഫ്രോയിഡ് കണക്ഷൻസ് ഉണ്ടെന്നല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡും പിന്നെ ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്, കാളിയുങ്, പിന്നെ ആര്? ആൽഫ്രഡ് ആഡ്ലർ അല്ലേ? 3 പേരും അടുത്തടുത്ത് മച്ചാമാരായിരുന്നു. ആ 3 മച്ചാമാരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പഠിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്നും കൂടി നമ്മൾ നോക്കണം. അപ്പൊ അതെന്ത് പഠിക്കണമെന്ന് അറിയാൻ വേണ്ടി, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? കൺഫ്യൂസ്ഡ് ആയിട്ടില്ല എന്ന് കരുതുന്നു. ഓക്കെ ആണോ? എവിടെയോ എത്തിപ്പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരുന്നു. എന്താണ് ഇത്? നമ്മൾ പറഞ്ഞാണോ? ഇല്ലല്ലോ. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് സൈക്കോളജിക്കൽ തിയറി? ഏത് സൈക്കോളജിക്കൽ തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് തീമാറ്റിക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പറയാം. ഞാൻ അത് പറയണ്ടല്ലോ. ഏത് തിയറിയെ ബേസ് ചെയ്തായിരിക്കും? പറയണേ. സൈക്കോ അനാലിസിസ് അല്ലേ?
ആണോടെ? ആണോ? ആണോ? അങ്ങനെയാണല്ലോ നമ്മളിപ്പോ പഠിച്ചത്. അങ്ങനെയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇല്ലയോ? ഇല്ലടെ? കഥ പറയാനായിട്ട് ആവശ്യപ്പെടുന്നു, കഥാപാത്രത്തെ വിലയിരുത്തുന്നു, വ്യക്തിത്വത്തെ തരംതിരിക്കുന്നു. ഇല്ലയോ? ഇല്ലയോ? അവിടെ പിന്നെ ഒന്നുമില്ല. ബിഹേവിയറിസം ആണോ? ബിഹേവിയറിസം ആണോ? ആണോ? എല്ലാവർക്കും അറിയാം അല്ലേ? ബിഹേവിയറിസം അല്ല, വ്യവഹാരവാദമല്ല. കാരണം ടാറ്റ് ആരുടേതാണ്? ടാറ്റ് മുറയുടെയും മോർഗയുടേതാണ്. വ്യവഹാരവാദം ആരുടേതാണ്? വ്യവഹാരവാദം ആരുടേതാടേ? 1913 അമേരിക്കയിൽ ആവിർഭവിച്ച ഒരു മനഃശാസ്ത്ര ശാഖയല്ലേടെ ചേഷ്ടാവാദം, അല്ലെങ്കിൽ വ്യവഹാരവാദം, അല്ലെങ്കിൽ ബിഹേവിയറിസം, അല്ലെങ്കിൽ വർത്തമാന സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ആരുടെ? ജോൺ ബി വാട്സന്റെ അല്ലേ? സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്നൊരു ഗ്രന്ഥവും നമ്മുടെ വാട്സൺ ഉണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അല്ലെ. വാട്സൺ 1919 രചിച്ച ഒരു കൃതിയാണ് എന്തെന്ന് പറയുന്നത്? സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലേ? ഓക്കെ. അപ്പൊ ബിഹേവിയറിസം ഒരിക്കലും ആകത്തില്ല. പിന്നെ ഹ്യൂമനിസം എന്ന് പറയുന്നത്, ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്, മാനവിക സമീപനം എന്ന് പറയുന്നത് അല്ലെ, നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടായ 21ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഹ്യൂമനിസ്റ്റിക് തിയറി അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച്, ഹ്യൂമനിസം എന്നൊക്കെ പറയുന്നത്. ആരൊക്കെ? നമ്മുടെ കാൾ റോജേഴ്സും ഗ്ലേസർ, കോമ്പസ്, എബ്രഹാം മാസ്ലോവ് അല്ലേ? ഇല്ലേ? റോജേഴ്സും ഗ്ലേസറും കോമ്പസും മാസ്ലോവും ഒക്കെ കൊണ്ടുവന്ന ഒരു സംവിധാനം അല്ലേടെ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച്. അപ്പൊ അതൊക്കെ അറിയാവുന്നവര് ഒന്നും ചിന്തിക്കാൻ പോകത്തില്ല, സൈക്കോ അനാലിസിസേ എഴുതത്തുള്ളൂ. ഇനി കോഗ്നിറ്റീവ് തിയറി, കോഗ്നിറ്റിവിസം, കോഗ്നിറ്റീവ് അപ്രോച്ച് അല്ലേ? ആരാണ് കോഗ്നിറ്റീവ്സിന്റെ വക്താക്കള്? GM പിയാഷെ, ജെറോം എസ് ബ്രൂണർ, ഡേവിഡ് ഓസുബെല്, കർട്ട് ലെവിൻ. അല്ലയോടെ? അവരൊക്കെ അല്ലേ? ആണോ? മുറേയും ക്രിസ്റ്റീൻ മോർഗയും ഒന്നും അല്ലല്ലോ ഇവരൊന്നും. നിങ്ങൾക്ക് ഞാന് കോഗ്നിറ്റീവിസം പറഞ്ഞപ്പോ ചിലർക്ക് ഡൗട്ട്സ് വന്നിട്ടുണ്ടാവും, എന്തുകൊണ്ട് സാറ് കട്ട്ലെവിനെ അവിടെ പിടിച്ചിട്ടു എന്നുള്ളത്. കട്ട്ലെവിൻ മറ്റേടത്തുള്ളതല്ലേ? എവിടെ കട്ട്ലെവിൻ എവിടെ ഉള്ളത്? മറ്റേടത്തുള്ളതെന്ന് ചോദിക്കുമ്പോ എവിടെ ഉള്ളത്? അവിടെ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്തിന്റെ ബേസിൽ വന്ന തിയറിയാണ് ഫീൽഡ് തിയറി? ഞാൻ ചോദിച്ചത് കോഗ്നിറ്റിവിസത്തെ കുറിച്ചാണ്. ഫീൽഡ് തിയറി എന്തിന്റെ ബേസിലുണ്ടായ തിയറിയാണ്? ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സിദ്ധാന്തമാണ് ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്? വെരി ഗുഡ് അല്ലേ? പക്ഷേ ആ ഗസ്റ്റാൾട്ടിസം എന്ന് പറയുന്ന ഇൻസൈറ്റ് തിയറി ഉൾപ്പെടുന്ന അത് വരുന്നത് ഇവിടെ തന്നെയാണ്. ആക്ച്വലി ഇറ്റ്സ് എ കോഗ്നിറ്റിവിസം. പഠിച്ചിട്ടില്ലേ? ഗസ്റ്റാൾട്ടിസം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം വരുന്നത് വൈജ്ഞാനികവാദത്തിലാണ്, കോഗ്നിറ്റിവിസത്തിലാണ്. പക്ഷെ അവിടെ വരെ കുറച്ചു പേരും കൂടെ അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. സുഷ്മാൻ അവിടെ വരുന്ന ആളാണ്. സുഷ്മാനൊക്കെ അവിടെ വന്നിട്ട് അവിടെ നമ്മൾ തിയറി പഠിക്കും, ഇൻസൈറ്റ് തിയറി. ആരൊക്കെ? വെർദിമറും മാക്സും കോഫ്കയും അല്ലേ? വെർദിമർ, കോഫ്ക, കോഹ്ലർ അല്ലേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണത്. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലേ? സാമ്യതാ നിയമമെന്നും സാമീപ്യ നിയമമെന്നും സമ്പൂരണ നിയമമെന്നും തുടർച്ചാ നിയമമെന്നും നിങ്ങൾ പഠിക്കും. ഇല്ലയോടെ? അതിന്റെ ബേസില് മാക്സ് വെർദിമറിന്റെ പരീക്ഷണത്തില് നിങ്ങൾ അവിടെ പഠിച്ച മറ്റേ കരടിയില്ലേ, അയാളുടെ പേരെന്താണ്? കരടിയുടെ പേര് ചിമ്പാൻസി. കരടിയല്ല, ചിമ്പാൻസി. ആര്? സുൽത്താൻ അല്ലേ? സുൽത്താൻ എന്ന് പറഞ്ഞ ചിമ്പാൻസിയിൽ പഠനം നടത്തിയാരാണ്? കോഹ്ലർ. അപ്പൊ കോഹ്ലറുടെയും കോഫ്കയുടെയും പരീക്ഷണങ്ങള്, മാക്സ് വെർദിമറിന്റെ പരീക്ഷണങ്ങള് അവരുടെ പിന്തുണയോടുകൂടി അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വന്ന ഒരാളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? കട്ട്ലെവിൻ എന്ന് പറയുന്നത്. അപ്പൊ കട്ട്ലെവിൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൊഗ്നിറ്റിവിസം എന്ന് പറയുന്നത്, കൊഗ്നിറ്റിവിസം വൈജ്ഞാനികവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധമുണ്ട്? ജസ്റ്റാൾട്ടിസവുമായിട്ട് ബന്ധമുണ്ട്. ആ ജസ്റ്റാൾട്ടിസത്തിൽ വരുന്ന ആളാണ് കോഫ്കയോടും കോഹ്ലറോടും വെർദിമോടും കൂട്ടുകാരനായിരുന്ന വ്യക്തിയാണ് ആര്? കട്ട്ലെവിൻ എന്ന് പറയുന്നത്. പക്ഷെ കട്ട്ലെവിൻ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ തിയറിയെ പറയുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ്. അല്ലയോടെ?
ഫീൽഡിനെ കുറിച്ചും ലൈഫ് സ്പേസിനെ കുറിച്ചും ജീവിത തരംഗത്തെ കുറിച്ചും അതുപോലെ തന്നെ വെക്ടേഴ്സിനെ കുറിച്ചും അല്ലേ പഠിച്ചിട്ടില്ലേ? വാലൻസിനെ കുറിച്ച്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാലൻസിനെ കുറിച്ചും നിങ്ങളൊരു സമവാക്യമൊക്കെ പഠിച്ചിട്ടില്ലേ? ബി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി ഇ അല്ലേ? പഠിച്ചിട്ടില്ലേ ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ? ബി എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസ്, യൂണീക് റിലേഷൻസ് എന്നൊക്കെ പറയാം, ഏകബന്ധം എന്നൊക്കെ പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ പേഴ്സൺ, വ്യക്തി. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻവയോൺമെന്റൽ, ആ സമഗ്രമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മനഃശാസ്ത്ര പരിസ്ഥിതി എന്നുള്ള ടോട്ടൽ സൈക്കോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയും. ദാറ്റ് ഇസ് ദ സൈക്കോളജി മീൻസ് ടോപ്പോളജിക്കൽ സൈക്കോളജി. അപ്പൊ ടോപ്പോളജിക്കൽ സൈക്കോളജി ആയിരുന്നു വെച്ച് കഴിഞ്ഞാലും ഫീൽഡ് തിയറി ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കട്ട്ലെവിനാണ്. ബട്ട് കട്ട്ലെവിൻ ഈസ് ദ ആര്? കോഗ്നിറ്റിവിസ്റ്റ് ആണ്. ഒപ്പം തന്നെ ആരുമാണ്? എന്തിസത്തിലുള്ള ആളുമാണ്? ജസ്റ്റാൾട്ടിസത്തിലുള്ള ആളുമാണ്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോഴവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ സിമ്പിൾ ആയിട്ട് അങ്ങനെ അറിയാവുന്നൊരു കുട്ടി ഒരിക്കലും കോഗ്നിറ്റിവിസ്റ്റിലേക്ക് പോകത്തില്ല, ഒരിക്കലും ഹ്യൂമാനിസ്റ്റിലേക്ക് പോകത്തില്ല, ഒരിക്കലും ബിഹേവിയറിസ്റ്റിലേക്ക് പോകത്തില്ല, സൈക്കോ അനാലിസിസിലേക്ക് പോകത്തുള്ളൂ. അവിടെ എന്ത് പറഞ്ഞാലും. ഇനി ടാറ്റിനെ കുറിച്ച് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും ഒരിക്കലും കുട്ടി എന്ത് ചെയ്യത്തില്ല? എഴുതോ ബിഹേവിയറിസവും കോഗ്നിറ്റിവിസവും ഹ്യൂമാനിസവും ഒക്കെ അറിയാവുന്ന കുട്ടി ഒരിക്കലും അതൊന്നും എഴുതാൻ പോകത്തില്ല. അയാള് സൈക്കോ അനാലിസിസ് അറിയത്തില്ല. കാരണം അയാൾക്ക് അറിയാം കോഗ്നിറ്റീവ് തിയറിയിൽ ആരൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഹ്യൂമാനിസത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ബിഹേവിയറിസത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും കുട്ടി എഴുതും. ദാറ്റ് ഈസ് സൈക്കോ അനാലിസിസ്. അതാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും പഠന വിധേയമാക്കണം, അങ്ങനെ പഠിക്കണം. ഇനി ഇതൊരു ബയോളജി ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നിങ്ങൾക്ക് ഒരു ആശ്വാസമാകട്ടെ, ബയോളജിക്കാർക്ക് സന്തോഷമാകട്ടെ കേട്ടോ. ഹൈഡ്ര എല്ലാവർക്കും അറിയാലോ, ഹൈഡ്ര അല്ലേ? ഹൈഡ്ര ഞാൻ മിക്സ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഏരിയാസ് ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഓരോ ഏരിയ ബേസ്ഡുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പ്രശ്നമില്ലല്ലോ. അതേ സൈക്കോളജിയാണ് നോക്കിയാൽ മതിയോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഹൈഡ്ര എല്ലാവർക്കും അറിയാല്ലേ? ഹൈഡ്ര എന്ന് പറയുന്നത്, ഞാൻ ഒരു ബയോളജിക്കാരനായിട്ട് ബയോളജി പഠിക്കുന്നില്ല, പക്ഷെ ഇതിൽ PGT കാറുണ്ട് അല്ലേ, TGT കാറുണ്ട്, PRT കാരും ഉണ്ട്. അപ്പൊ ഹൈഡ്രയെ കുറിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്ര റീപ്രൊഡ്യൂസ് ബൈ എന്ന് വെച്ചാൽ ഹൈഡ്ര പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഫിഷൻ ആണോ? ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. SCERT ആയിക്കോട്ടെ, NCERT ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിനിടയിൽ പഠിക്കുന്നതാണ്, ഒരു കുട്ടി പഠിക്കുന്ന കാര്യമാണ്. ബൈനറി മൾട്ടിപ്പിൾ ഫിഷൻ, ബഹുഫംഗം എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയും. ബഹുഫംഗം, ഒരുപാട് ഫംഗങ്ങളായിട്ട് പോകുന്നു. ബൈനറി ഫിഷൻ, ദ്വിവിഭജനം. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖണ്ഡങ്ങളാവുക. ബഡ്ഡിങ്, മുകുളനം. ഇതാണ് മലയാളത്തിലുള്ള ഓപ്ഷൻസ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ? ഹൈഡ്ര എന്ന് പറയുന്നത് അത് നമ്മള് PGT-കാർക്ക് ഹൈഡ്ര എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വിച്ച് ഫൈല? ഒരു PGT പഠിക്കുന്ന സൂളജി ഉള്ള ആളുകളുണ്ടെങ്കിൽ പറയടെ, ഏത് ഫൈലത്തിലാണ് ഹൈഡ്ര എന്ന് പറയുന്നത്? ഹൈഡ്ര എന്ന് പറയുന്ന അനിമൽ ഉൾപ്പെടുന്ന ഫൈലം ഏത്? അല്ലെങ്കിൽ ഞാനിപ്പോ ചോദിക്കും, പേര് വിളിച്ച് ചോദിക്കും ഓരോരുത്തരടുത്ത്. TGT ഉണ്ടോ PGT ഉണ്ടോ ചോദിച്ചിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും ഞാന്. നിങ്ങളിപ്പോ HSI ഒക്കെ പഠിക്കുന്നവരാണ്, അപ്പൊ പെട്ടെന്ന് പറഞ്ഞു ഹൈഡ്ര. ഏത് ഫൈലത്തിലാണ്? ഫൈലം എന്താണ്? ഫൈലം കേൾക്കുന്നില്ല ഞാൻ. ഫൈലം വളരെ മോശമാണ് കേട്ടോ. ബാക്കിയുള്ളവർ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഹൈഡ്ര പ്രത്യുൽപാദനം നടത്തുന്ന ഹൈഡ്ര എന്ന് പറയുന്നത് പല രീതിയിൽ ഹൈഡ്ര പ്രത്യുൽപാദനം നടത്താറുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഇത് സയന്റിഫിക് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. അതൊരു PG സ്റ്റുഡൻസിന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിഗ്രി
ബയോളജി നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പറയാൻ പറ്റും. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ശരിയാണോ? ശരിയാണോടെ? ശരിയാണോ? പറഞ്ഞേടെ. ബയോളജി ആരുമില്ലേ എന്റെ മക്കളെ? ഇതിൽ ബയോളജി ആരുമില്ലേ ക്ലാസ്സിൽ? ഇപ്പോ ഞാൻ അതല്ല ചോദിച്ചത്. തന്നിരിക്കുന്ന ഓപ്ഷൻ ഹൈഡ്ര റീപ്രൊഡ്യൂസ് ബൈ HSA ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു വിചാരിച്ചോ. ബഡ്ഡിങ് ശരിയാണ്, ഉറപ്പാണ്. ആരാണ് പറഞ്ഞ ബഡ്ഡിങ് എന്ന്? ആൻസർ പറഞ്ഞ ആള് പറഞ്ഞേ. ഒന്നും പറയാനല്ല കേട്ടോ, വെറുതെ ചോദിച്ചതാ. ബഡ്ഡിങ് ആരാ പറഞ്ഞ? പേര് പറഞ്ഞാൽ മതി. ബഡ്ഡിങ് ആരുടെ പറഞ്ഞത്? പേര് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് പരിചയപ്പെട്ടെ, വഴിയെ പരിചയപ്പെടാം നമുക്ക്. എന്താണ് പേര്? രേണുക. ഏതാണ്? PGT-ക്കാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്? TGT-ക്കാണോ? TGT-ക്കാണോ PGT-ക്കാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്? TGT. സയൻസ് ആണോ ബയോളജി ആണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്? TGT. സബ്ജക്ട് ഏതാ? ഡിഗ്രി ഏതാ പഠിച്ചത്? ബോട്ടണി. MSc ബോട്ടണി. അപ്പൊ ചോദിക്കാം സുഖമായിട്ട്. സുവോളജി പഠിക്കണമെന്നില്ല. അപ്പൊ ഹൈഡ്ര എന്ന് പറയുന്നത്, സുവോളജിക്കാർ ആരും ഇല്ലല്ലേ, മിണ്ടാതെ പമ്മിയിരിക്കുകയാണല്ലേ അല്ലേ? സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഓരോ ജാതകമൊക്കെ തിരഞ്ഞെടുത്തിട്ടേ ക്ലാസ് തുടങ്ങത്തുള്ളൂ. സാധാരണ എല്ലാ ബാച്ചും ഇങ്ങനെ തുടങ്ങുന്നത്. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചോദിച്ച്, എല്ലാം രജിസ്റ്റർ ചെയ്ത്, എല്ലാം വെച്ച്, പേരെല്ലാം വെച്ച് നമ്മളൊരു ക്ലാസ് 2-3 ക്ലാസ് ആകുമ്പോൾ എല്ലാവരെയും പേര് പഠിച്ച്, പിന്നെ ചെറുപറ ആ പേര് വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെടാനായിട്ട് വഴിയെ കുറച്ചുപേരെ പരിചയപ്പെടാം. ഓക്കെ. അപ്പം ഇവിടെ ഈ ഹൈഡ്ര എന്ന് പറയുമ്പോൾ ഹൈഡ്രയൊക്കെ ഉൾപ്പെടുന്ന ഫൈലത്തിന് 10ഓളം ഫൈലംസ് ഉണ്ട് ബയോളജിയിൽ. ഹൈഡ്ര ഉൾപ്പെടുന്ന ഫൈലമാണ് ഫൈലം സീലൻഡ്രേറ്റ അഥവാ നിഡേറിയ അല്ലെങ്കിൽ നൈഡേറിയ എന്നൊക്കെ വിളിക്കും. നിഡേറിയ എന്ന് പറയുന്ന ഫൈലമാണ് മക്കളെ. ബാക്കി എല്ലാവരും ഇത് പഠിക്കുകയും വേണം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ ബയോളജിയുടെ ഒക്കെ സ്റ്റാൻഡേർഡ്? നിഡേറിയ CNI, സി സൈലന്റ് ആണ്, CNI എന്നാണ് എഴുതുന്നത്. CNIDERIA. നിഡേറിയ. സീലൻഡ്രേറ്റ COLENTERATA. സീലൻഡ്രേറ്റ കേട്ടോ. സീലൻഡ്രേറ്റ മീൻസ് കോളൻഡ്രേറ്റ എന്ന് എഴുതും, വായിക്കുന്നത് സീലൻഡ്രേറ്റ എന്ന് വായിക്കും. എല്ലാവരും പഠിക്കണം. ഇത് NCERT-യിൽ 6ലും 7ലും പഠിക്കാനുള്ള കാര്യമാണ്. ഇത്ര ഡീറ്റെയിൽ ഇല്ലെങ്കിലും ഇത് പഠിക്കാനുണ്ട്. അപ്പൊ ഹൈഡ്ര എന്ന് പറയുന്നത് ഫൈലം എന്ന് പറയുന്നത് സീലൻഡ്രേറ്റയാണ്. സീലൻഡ്രേറ്റയാണ്. ആ ഫൈലത്തിൽ കുറെ ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹൈഡ്രോസോവ എന്നും സ്കൈഫോസോവ എന്നും. രേണുക ഇപ്പൊ HSA എഴുതുന്നുണ്ടോ? HSA ഇപ്പൊ എഴുതുന്നുണ്ടോ? രേണുക HSA എഴുതുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞു. പ്രായപരിധി കഴിഞ്ഞോ? പ്രായപരിധി കഴിഞ്ഞുകൊണ്ടാണോ? അല്ല, ഞാൻ ചോദിക്കുന്നില്ല, സമയമില്ലാത്തതിന് ചോദിക്കുന്നില്ല. ഓക്കെ. HSA എഴുതുന്ന ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. നാച്ചുറൽ സയൻസ് HSA എഴുതുന്നവരുണ്ട്, അവർ പഠിച്ചോളണം. അപ്പൊ ഫൈലം സീലൻഡ്രേറ്റ എടുത്തു കഴിഞ്ഞാല് ഫൈലം സീലൻഡ്രേറ്റയില് പ്രധാനമായിട്ടും ഹൈഡ്രോസോവ എന്നും സ്കൈഫോസോവ എന്നും ആൻഡ്രോസോവ എന്നും പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട 3 ക്ലാസ്സുകളുണ്ട്. അതില് ഹൈഡ്രോസോവ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഹൈഡ്രോസോവ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന അനിമലാണ് ആരെന്ന് പറയുന്നത്. ഇത് PGT-കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. TGT PGT-കാർക്ക് വേണ്ടി മാത്രം, PRT-കാർക്കല്ല. ഹൈഡ്രോസോവ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസമാണ് ആരെന്ന് പറയുന്നത്? സീലൻഡ്രേറ്റ എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. അതിന്റെ സിമെട്രിയും അതിന്റെ ബോഡി കവറിങ്ങും കാര്യങ്ങളും മറ്റും ഒക്കെ നിങ്ങൾ നോക്കണം. അപ്പൊ അതിൽ വരുന്ന ഒരുപാട് അനിമൽസ് ഉണ്ട്. ഹൈഡ്രയുണ്ട്, ഒബീലിയുണ്ട്, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണം. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഫൈസേലിയുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹൈഡ്ര എടുത്തു കഴിഞ്ഞാല് ഹൈഡ്ര പ്രത്യുൽപാദനം നടത്തുന്നത്, റീപ്രൊഡക്ഷൻ നടത്തുന്നത് എസെക്ഷലി ആണ്. അതായത് അലൈംഗിക പ്രത്യുൽപാദനമാണ് ഹൈഡ്രയിൽ നടത്തുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ആ ഹൈഡ്രയിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. 2 തരത്തിലാണ് ഹൈഡ്രയില് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. മെയിൻലി ദ ഹൈഡ്ര അസെക്ഷലി റീപ്രൊഡ്യൂസ്ഡ് ബൈ ബഡ്ഡിംഗ്.
ശരിയാണ് നമ്മൾ പറഞ്ഞത്. മുകുളനം വഴിയാണ് പ്രധാനമായിട്ടും ഹൈഡ്ര റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അതായത് ഹൈഡ്രയെ ബട്ട് ഫോം ഓൺ ദ ബോഡി ഓഫ് ആൻ അഡൽട്ട് ഓഫ് ഹൈഡ്ര ഡെവലപ്പ് എ മൗത്ത് ആൻഡ് ഹൈഡ്രയുടെ സ്ട്രക്ചർ ഒക്കെ അറിയാമോ? കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ഒക്കെ ഉള്ള ഹൈഡ്ര? മനസ്സിലായി? ഇവരുടെ ശാഖകളായിട്ട് ടെന്റക്കിൾസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഹൈഡ്ര അറിയാം. അപ്പൊ ഇതിൽ ചെറിയ മുകുളങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഈ മുകുളങ്ങൾ മുറിഞ്ഞ് പുതിയ നമ്മളിപ്പം ചേമ്പ്, ചേന, വാഴ അതിനൊക്കെ എന്താണ് മുകുളങ്ങളാണ് അല്ലേ? ഓരോ മുകുളങ്ങളുണ്ട്. ആ മുകുളങ്ങളാണ് പുതിയതായിട്ട് മാറുന്നത്. ഉരുളക്കിഴങ്ങ് ഈ സാധനങ്ങളൊക്കെ മുകുളങ്ങളായിട്ട് മാറും. ആ മുകുളങ്ങളിൽ നിന്നാണ് പുതിയ സസ്യം ഉണ്ടായിട്ട് വരുന്നത്. അത് പക്ഷെ സ്റ്റെം ആണ്, ആക്ച്വലി അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്, ഭൂകാണ്ഡങ്ങളാണ്. ഓക്കെ, ആ സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. പോട്ടെ. അപ്പം മുകുളനം, അതാണ് മുകുളനം. ഒരു മുകുളം ഉണ്ടായിട്ട് ആ മുകുളം വേർപെട്ട് ഈ മുകുളം ഉണ്ടല്ലോ താഴോട്ട് വീണിട്ട് ഇങ്ങനെ മുകുളം താഴോട്ട് വീണിട്ട് ഇതൊരു പുതിയ ഹൈഡ്ര ആയിട്ട് വരും. അതിന് ടെന്റക്കിളൊക്കെ വന്ന് പുതിയ ഹൈഡ്ര ആയിട്ട് മാറും. ദാറ്റ് ഈസ് മുകുളനം എന്ന് പറയുന്നത്. അതിൽ മൗത്തും ടെന്റക്കിളൊക്കെ ഉണ്ടായിട്ട് പുതിയതായിട്ട് മാറും. ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹൈഡ്ര, ദാറ്റ് ഈസ് മുകുളനം. നെക്സ്റ്റ്, ഈ ഹൈഡ്ര തന്നെ മറ്റൊരു രീതിയിലും അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്രാഗ്മെന്റേഷൻ, ഖണ്ഡങ്ങളാവുക. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അതും ഇവിടെ ഓപ്ഷൻ ഇല്ലടേ. ഫ്രാഗ്മെന്റേഷനും ഓപ്ഷനിൽ ഇല്ലേ? ഉണ്ടോ? ഉണ്ടോടെ? ഫ്രാഗ്മെന്റേഷൻ ഓപ്ഷൻ ഇല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ റെയിൽവേ കൊടുത്തിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പക്ഷെ അതിന്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ അത് രണ്ടും വരും. ഫ്രാഗ്മെന്റേഷനും ബഡ്ഡിങ്ങും ഉണ്ട്. The body of Hydra is divided into two parts, which the parts are regenerate into new Hydra. അതായത് ഒരു ഹൈഡ്ര ഇങ്ങനെ ഇരിക്കുന്ന ടെന്റക്കിളൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ഹൈഡ്ര ഇത് രണ്ടായിട്ടങ്ങ് മുറിയും, രണ്ട് ഹൈഡ്ര ആയിട്ട് മാറും. എന്നിട്ട് ആ രണ്ടിനും വീണ്ടും ടെന്റക്കിളൊക്കെ വന്നിട്ട് അത് രണ്ട് ഹൈഡ്ര ആയിട്ട് പിന്നീട് പുനരുജ്ജീവിപ്പിക്കും, റീജനറേഷൻ നടത്തും. അങ്ങനെ രണ്ട് ഹൈഡ്ര ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഫ്രാഗ്മെന്റേഷൻ. ഹൈഡ്ര അസെക്ഷലി അലൈംഗികമായിട്ട് മുകുളനം വഴിയും ഫ്രാഗ്മെന്റേഷൻ വഴിയും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് HSA പഠിക്കുന്നവരാണെങ്കിൽ എ ശരിയാണ്, എയും ബിയും ശരിയാണ്, സി ശരിയാണ്, സിയും ഡിയും ശരിയാണെന്നൊക്കെ ആയിരിക്കും ആൻസർ. പക്ഷെ റെയിൽവേയിൽ ഒരേ ഒരു ആൻസറേ ഉള്ളായിരുന്നു, ഡി. കേട്ടോ? അപ്പൊ രണ്ടും നടത്തും എന്നുള്ള കാര്യവും അവിടെ നിങ്ങൾ ഓർക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോടെ? മനസ്സിലായോടെ? ഇനി ബയോളജി ആയില്ലേ, ഞാൻ ഫിസിക്സുകാർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഇതും സൈക്കോളജിയാണ്. ഫിസിക്സുകാർക്ക് വേണ്ടി എന്താണ്? ഫിസിക്സ് കെമിസ്ട്രിക്കാർക്ക് വേണ്ടിയിട്ട് അല്ല, ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെയാണ്. ക്വസ്റ്റ്യൻസ് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ടോ? ഫുൾ നമ്മൾ ചെയ്യും. ഇതേപോലെ അല്ല, നമ്മൾ കുറച്ചും കൂടെ പഠിച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ടൈം പോകും. ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മറ്റത് ക്വസ്റ്റ്യൻ ചെയ്ത് പോകണം. ഫിസിക്സ് ക്വസ്റ്റ്യൻ ഇല്ലേ? അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രം അങ്ങനെ. അയ്യോ, ഇത് രണ്ടാമത്തെ ക്ലാസ് കേട്ടോ, സെക്കൻഡ് ക്ലാസ് കേട്ടോ. ഇത് ക്ലാസ് അല്ലടേ, ഇത് ക്ലാസ് അല്ല. നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ക്ലാസ് അല്ല ഇത് ആക്ച്വലി. കേട്ടോ? നമ്മൾ ക്ലാസ് പഠിച്ചു തുടങ്ങിയില്ല. അതാ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം. വാട്ട് ഈസ് ദ പ്രൈമറി കേസ് ഓഫ് ഓഷൻ അസിഡിഫിക്കേഷൻ? അതായത് സമുദ്രത്തില് ആസിഡിന്റെ കൂടുതൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന എന്താണ്? ഓവർ ഫിഷിംഗ് ആണോ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അബ്സോർപ്ഷൻ ആണോ, ഓയിൽ സ്പിൽസ് ആണോ എന്നാണ് ചോദ്യം. ഒന്ന് പറഞ്ഞേ. അതും കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അസിഡിഫിക്കേഷൻ ആണ് കേട്ടോ, അസിഡിഫിക്കേഷൻ ആണ്. ശരി, കോമൺ സെൻസ് വേണം, എങ്കിലും എഴുതാൻ പറ്റൂ. പറഞ്ഞോ? എനിബഡി? അസിഡിഫിക്കേഷനാ? അസിഡിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ് ചോദിച്ചത്. വെരി ഗുഡ്. ബയോളജിക്കാർക്ക് അറിയാവോ? അത് ബയോളജിക്കാർക്ക് എഴുതാൻ പറ്റില്ല. കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ, അതിന്റെ തിയറി ഞാനിവിടെ പറയുന്നില്ല, പഠിപ്പിക്കാൻ പറഞ്ഞു. കാരണം ഇപ്പൊ നിങ്ങളെ പറഞ്ഞ ഈ അവസാന നിമിഷത്തില് മറ്റുള്ളവരെ ഒന്നും അറിയാത്തവരെ വേദനിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആ തിയറി ഞാൻ പറയുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അബ്സോർപ്ഷൻ ഒക്കെ എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. കാരണം നമ്മൾ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ, സമുദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, സമുദ്രത്തിന്റെ ഉള്ളിലും പുറമെ ആയിട്ടൊക്കെ ധാരാളം ആരുണ്ട്?
ആരുണ്ട് 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 പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, CO2 ഉണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. നമുക്ക് പിന്നീട് പറയാം. അടുത്ത ചോദ്യം അതൊരു ടോപ്പിക് ഒന്ന് പഠിക്കാനുള്ളതാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ, അതുപോലെ തന്നെ അസിഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്കത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാതെ പോകുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം പറയുകയാണ്, വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. കണ്ടോ, ലാസ്റ്റ് ഗേഡ് ക്വസ്റ്റ്യൻ ആണ് റെയിൽവേക്ക് ചോദിക്കുന്നത് കേട്ടോ. TGT യും PGT യും ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ കേട്ടോ. വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? പറയേ. എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? അത് തന്നെ, വെരി ഗുഡ് ഉത്തരം, ടങ്സ്റ്റൻ, വെരി ഗുഡ്. ദ്രവണാങ്കം അല്ലേ? ദ്രവണാങ്കം എന്നാണ് മലയാളത്തിൽ പറയുന്നത് മെൽറ്റിംഗ് പോയിന്റിനെ. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള എലമെന്റ് എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട്, ഇല്ലേ? പല പോയിന്റുകളുണ്ട്, ഇല്ലേ? ഈ ദ്രവണാങ്കം, മെൽറ്റ് ചെയ്യുക, ഉരുകുക, മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയും. ലിക്വിഫാക്ഷൻ പോയിന്റ് എന്നൊക്കെ പറയും. ദ്രവണാങ്കം എന്താണ്? ദ്രവണാങ്കം എന്ന് പറഞ്ഞ liquefaction or melting point is a substance, is the temperature at which it changes its state from solid to liquid, അല്ലേ? ഖരാവസ്ഥയിൽ നിന്ന് ഒരു പദാർത്ഥം അതിന്റെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന താപനിലയാണ് എന്ത് പറയുന്നത്? ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ആ ഒരു ഏരിയ, താപം എന്ന് പറയുന്ന ഒരു ഏരിയ, ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഏരിയ NCERT-യിലും ഉണ്ട്, SCERT-യിലും ഉണ്ട്. വളരെ വൃത്തിയായിട്ട് പഠിക്കണം. അതായത് താപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, താപോർജ്ജത്തെ കുറിച്ച്, താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ കുറിച്ച്, താപനിലയുടെ യൂണിറ്റിനെ കുറിച്ച്, അതായത് കെൽവിൻ സ്കെയിലിനെ കുറിച്ച്, ഡിഗ്രി സെൽഷ്യസിനെ കുറിച്ച്, ജൂളിനെ കുറിച്ച്, കലോറിയെ കുറിച്ച്, മറ്റേ കിഫോർഡ് ആൽബർട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കൈനറ്റിക് എനർജിയെ കുറിച്ച്, താപോർജ്ജം ഗതികോർജ്ജം പൂജ്യമായി മാറുന്ന ഒരു താപനിലയുണ്ടല്ലോ, ഏതാണ്? കൈനറ്റിക് എനർജി പൂജ്യമായിട്ട് മാറുന്ന 0 ഡിഗ്രി ഒക്കെ ആവുന്ന താപനില ഏതാ? പറയടെ. -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതിനൊരു പേര് വിളിക്കും നമ്മൾ. എന്താണ്? -273.15 ഡിഗ്രി സെൽഷ്യസിന് ഒരു പേര് വിളിക്കും. എന്ത് വിളിക്കും? അബ്സല്യൂട്ട് 0. കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടില്ലേ? കേവല പൂജ്യം. മലയാളത്തില് കേവല ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളെയും അതിന്റെ ചലനം, ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാല്, ഒരു പദാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാല്, ആ പദാർത്ഥം, ഞാൻ ഉപ്പെന്ന് പറയുന്ന ഒരു പദാർത്ഥം എടുക്കുന്നു, നമ്മുടെ NaCl എന്ന് പറയുന്നത്, ഇല്ലേ? NaCl എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ല, എന്താണ്, ഒരു 8 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ്. ജസ്റ്റ് ഞാൻ വരച്ചൊന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഉപ്പ്, ഇതിൽ ഒരുപാട് തന്മാത്രകൾ ഉണ്ടായിരിക്കും ഉപ്പില്, അല്ലെ? തന്മാത്രകൾ ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് കല്ലുപ്പ് ഉപ്പായിട്ടിരിക്കുന്നത്. ഇങ്ങനെ കട്ടയായിട്ട്, ഭയങ്കര കട്ടിയായിട്ടിരിക്കും, ഇല്ലേ? പക്ഷെ അതിൽ ചലനം ഉണ്ടായിരിക്കും കുറച്ചൊക്കെ. അങ്ങനെ ഒരു പദാർത്ഥത്തിലെ ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ ചലനം പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പറയുന്നത്. ഇനി ദ്രവണാങ്കം, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ദ്രവണാങ്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു സാധാരണ പ്രഷറിൽ, അത് ഓർഡിനറി പ്രഷറിൽ, സാധാരണ മർദ്ദത്തില് ഒരു ഖരവസ്തു, ഒരു ഐസ് കട്ട നിങ്ങൾ വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും, ഇല്ലേ? അല്ലെങ്കിൽ പുറത്തെ ടെമ്പറേച്ചറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളമായിട്ട് മാറും. ദാറ്റ് ഈസ് ദ്രവണാങ്കം. അതിന്റെ ദ്രവണാങ്കം. ഐസിന്റെ ദ്രവണാങ്കം എത്രയാണ്? ഐസിന്റെ ദ്രവണാങ്കം എത്രയാ? ഐസിന്റെ ദ്രവണാങ്കം എത്രയാ? 0 ഡിഗ്രി. അല്ലെങ്കിൽ ഐസിന്റെ ദ്രവണാങ്കം 0 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ എത്ര? 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് അല്ലല്ലോ, 273 കെൽവിൻ അല്ലേ? 273 കെൽവിനെയാണ് നമ്മൾ 0 ഡിഗ്രി എന്ന് പറയുന്നത്,
അല്ലേ? ഐസിന്റെ ദ്രവണാങ്കം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാല് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 273 കെൽവിൻ. നിങ്ങൾ കെൽവിനെയും ഫാരൻഹീറ്റിനെ കെൽവിനും സെൽഷ്യസിനെ ഫാരൻഹീറ്റും ഒക്കെ ആക്കാൻ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? F-32 ഇൻറ്റു 5/9 തിരിച്ച് C ഇൻറ്റു 9/5 ഇൻറ്റു +32 എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഇല്ലയോ? 4 പഠിക്കണം. ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ പഠിക്കണം, സെൽഷ്യസിനെ ഫാരൻഹീറ്റ് സ്കെയിലാക്കാൻ പഠിക്കണം, സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കാൻ പഠിക്കണം, കെൽവിനെ സെൽഷ്യസ് സ്കെയിലാക്കാനും പഠിക്കണം. അങ്ങനെ 4 കൺവേർഷനും പഠിച്ചു വെച്ചിരിക്കണം. സിമ്പിൾ ആണത്, വളരെ സിമ്പിൾ ആണ്. അങ്ങനെയും ചോദിക്കാം. അപ്പൊ എന്താണ് ദ്രവണാങ്കം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാധാരണ മർദ്ദം കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വസ്തു, ആ ഒരു സാധാരണ പ്രഷറിലിരിക്കുന്ന വസ്തു പെട്ടെന്ന് എന്താണ്, വസ്തു മീൻസ് ഖരവസ്തു, സോളിഡ് ആയിട്ടിരിക്കുന്ന, സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തു അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന അല്ലെങ്കിൽ ദ്രവീകരിക്കുന്ന ഒരു നിശ്ചിത താപനില, ദാറ്റ് ഈസ് ദ്രവണാങ്കം. നമ്മളിപ്പോ പറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഖരാങ്കം എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ആണ്. അതായത് സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില. ഐസ് ഏതവസ്ഥയിലാ ഖരാവസ്ഥയിലേക്ക് മാറുന്നത്? എത്ര ഡിഗ്രിയിലാ ഐസ്? ഐസ് പറയടേ. ഐസ് എന്ന് വെള്ളം, ജലം എത്ര ഡിഗ്രിയിലാ എന്താണ് എന്താ ഐസായിട്ട് മാറുന്നത്? പറഞ്ഞോ. ഐസ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജും ഫ്രീസറൊക്കെ ഇല്ലേ? എത്ര ഡിഗ്രി സെൽഷ്യസില്? 0 ഡിഗ്രി. ഓക്കെ, 0 ഡിഗ്രി. അത് ഖരാങ്കമാണ്, തിരിഞ്ഞു പോകല്ലത്. ഐസിന്റെ ദ്രവണാങ്കവും ഉണ്ട്, ഐസിന് ഖരാങ്കവും ഉണ്ട്. ശ്രദ്ധിച്ചോളൂ, അത് പഠിക്കാം. ഞാൻ പറഞ്ഞുതരാം ആ കാര്യങ്ങളൊക്കെ. ഞാൻ ചോദിച്ചൊന്നുമില്ല, ക്വസ്റ്റ്യൻ ബേസ്. അപ്പൊ ടങ്സ്റ്റൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ? നമ്മുടെ ഇൻകാസന്റ് ലാമ്പിലെ ടങ്സ്റ്റൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എവിടെ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ ചുരുളായിട്ടിരിക്കുന്ന ഒരു സാധനമല്ലേ, കണ്ടിട്ടില്ലേ? ഇൻകാസന്റ് ലാമ്പ്, അതായത് നിങ്ങളുടെ ബൾബ് അല്ലേ? ഇൻകാസന്റ് ബൾബുകളിലെ ഫിലമെന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ബൾബിലെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശുദ്ധ ലോഹമാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത് കേട്ടോ. അതിനാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. അതുകൊണ്ടാണ് അത് ഉരുകി പോകാത്തത്. നിങ്ങൾ തീ കത്തി ഇത്രയും നേരം കത്തി നിന്ന് കഴിഞ്ഞാലും എന്തുവാണ്? ഞാൻ കേട്ടില്ല. ഓക്കെ, പോട്ടെ. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നാ പറഞ്ഞു വന്നത്. ഇപ്പൊ ഈ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും അടുക്കളയിൽ പാചകം ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾ പ്രഷർ കുക്കിനകത്ത് വെള്ളം വെച്ചിട്ട് ഗ്യാസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ഡിഗ്രി ആകുമ്പോഴാണ് തിളയ്ക്കുന്നത്? സാധാരണ കലത്തിൽ ചോറ് വെക്കാനായിട്ട് നിങ്ങൾ വെള്ളം വെക്കൂല, ആ വെള്ളം എത്ര ഡിഗ്രി? പ്രഷർ കുക്കറിലാണെങ്കിൽ 120 ആണ്. ചോദിച്ചിട്ടുണ്ട്. പ്രഷർ കുക്കർ 120 ആണ്. പക്ഷെ നോർമൽ ഒരു കലത്തിൽ വെള്ളം വെച്ചാൽ എത്ര ഡിഗ്രിയാ വെട്ടിത്തിളയ്ക്കുന്നത്? 100 ഡിഗ്രി. ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയും. ഓക്കെ. ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ, ജലത്തിന് ഏറ്റവും കൂടുതൽ താപനില സാന്ദ്രത, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില എത്രയാ? PSCക്ക് കയറി ഓടി നടന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ളതാ. NCERT 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ളതാ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഏത് താപനിലയിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം, ഇത് സാന്ദ്രത കൂടുതലുള്ളത് 4 ഡിഗ്രി. അതുപോലെ തന്നെ വ്യാപ്തം കുറവ് വരുന്നതും, അതായത് സാന്ദ്രത കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സാന്ദ്രതയും വ്യാപ്തവും ജലത്തിന്റെ കാര്യത്തിൽ, ബേസ്ഡ് ഓൺ ദി ടെമ്പറേച്ചർ. അതായത് സാന്ദ്രത കൂടുമ്പോൾ വ്യാപ്തം കുറയും. വ്യാപ്തം ഏറ്റവും കുറവ് വരുന്നത് അതിൽ തന്നെയാണ്. അപ്പോൾ 4 ഡിഗ്രി. സാന്ദ്രത കൂടുന്നത് 4 ഡിഗ്രി, അപ്പോൾ വ്യാപ്തം കുറയും. വ്യാപ്തം കുറയുന്നത് 4 ഡിഗ്രിയാണ്. അപ്പം ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തമുള്ളത് 4 ഡിഗ്രി സെൽഷ്യസ്, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സാന്ദ്രത ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നുള്ള വ്യാപ്തം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ച മറ്റു ക്വസ്റ്റ്യനുകളോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡയറക്റ്റ്. അടുത്ത ബയോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. TGT PGT കാരുടെയാണ്.
ജെനറ്റിക്സ് അലീൽസുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം അതൊക്കെ. അതുപോലെ തന്നെ അടുത്ത മറ്റേ കെമിസ്ട്രി മോസ്റ്റ് പെനിട്രേറ്റിംഗ് പാർട്ടിക്കിൾസ് ആൽഫയാണോ ബീറ്റയാണോ ഗാമയാണോ എക്സ്റേ ആണോ എന്നുള്ളത്. ഗാമയാണെന്ന് ഏത് മണ്ണിനും അറിയാന്നുള്ള കാര്യം, ആ ക്വസ്റ്റ്യൻ. പിന്നെ DNA ഇരട്ടിക്കൽ, അത് കുറച്ച് ഇച്ചിരി ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്നവർക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ NCERT 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടത് കേട്ടോ. റൈബോസോംസിന്റെ ഒക്കെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ റൈബോസോമിന്റെ ധർമ്മം പഠിക്കത്തില്ലേ? പഠിക്കത്തില്ലയോ? അത് തന്നെയാണ് അത് തന്നെയാണ് ചോദിച്ചത്. പിന്നെ ബിഹേവിയർ, അതായത് വിച്ച് ലോ എക്സ്പ്ലെയിൻ ദ ഐഡിയൽ ഗ്യാസസ്, ഏത് ലായുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്? ഏത് ലായാണത്? ഐഡിയൽ ഗ്യാസിലാണോ, അവോഗാഡ്രോസ് ആണോ, ചാൾസ് ആണോ, ബോയിൽസിലാണോ ചോദിച്ചിരിക്കുന്നത്? സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഏതിലായ ഐഡിയൽ ഗ്യാസ്? ഏതിലായ ആൻസർ? ഏതാ ഐഡിയൽ ഗ്യാസ് ആണോ? PVC NRT അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അതുപോലെ തന്നെ വിച്ച് പ്ലാനറ്റ് ഹാസ് ദ ഷോർട്ടസ്റ്റ് ഡേ ഇൻ അവർ സോളാർ സിസ്റ്റം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 500 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. അതിലൂടെ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്കിലും എങ്കിലും വായിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? രവീന്ദ്രനാഥ് ടാഗോർ ആണോ, മഹാത്മാഗാന്ധി ആണോ? ഇത് ഫിലോസഫി എന്ന് ചോദിച്ചാണ്. സ്വാമി വിവേകാനന്ദനാണോ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണോ? ആരാടേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഡയറക്റ്റ് സിംഗിൾ ക്വസ്റ്റ്യൻ, അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം മുതൽ നമ്മുടെ സമയം ഡ്യൂറേഷൻ കൂടി ക്ലാസ് വരും. മീൻസ് നൈറ്റ് അല്ല, പകൽ സമയത്ത് ക്ലാസ് ഉണ്ടാവും. അപ്പൊ ചില ക്ലാസ്സുകളിൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ല, പഠനം തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ സെപ്പറേറ്റ് ക്ലാസ്, ഓൺലി ക്ലാസ് മാത്രമായിട്ടും വരും. അതെല്ലാം ഇന്നതെന്നില്ല, ടൈം ടേബിൾ മുൻകൂട്ടി തരും. സൈക്കോളജി ആയിരിക്കാം, എഡ്യൂക്കേഷൻ ആയിരിക്കാം, പെഡഗോജി ആയിരിക്കാം, ഫിസിക്സ് ആയിരിക്കാം, കെമിസ്ട്രി ആയിരിക്കാം, മാത്സ് ആയിരിക്കാം. മാത്സ്, മെന്റൽ അബിലിറ്റി, റീസണിങ്, ഇതേപോലുള്ള സയൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് പഠിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, എന്താണ്, അതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ?